ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. ഈ പൊരി വെയിലത്ത്, കൊടും വെയിലത്ത് അത്യധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് നമുക്ക് മോർണിംഗ് വൈബ്സിലേക്ക് കിടക്കാം. എന്നാൽ എല്ലാ തൊഴിലാളികൾക്കും തൊഴിലാളി ദിന ആശംസകളും നേരുന്നു. മോർണിംഗ് വൈബ്സ് ഇന്ന് നിരവധിയായിട്ടുള്ള വാർത്തകളിലേക്ക് പോകണം. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെത്തിയതിൻ്റെ സന്തോഷമുണ്ട്. അതേസമയത്ത് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പൊരി വെയിലിൻ്റെ ഒരു ചൂട്, ഉഷ്ണതരംഗത്തിൻ്റെ ഒരു ആശങ്കയൊക്കെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. ഇതിനിടയിൽ പലയിടത്തും ഇന്നലെ നേരിയ തോതിൽ വൈകിട്ട് മഴയൊക്കെ പെയ്തു. പക്ഷെ അപ്പോഴും ആ ഉഷ്ണത്തിന് വലിയ കുറവുണ്ടായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അപ്പോൾ ഈ മറ്റ് വാർത്തകളിലേക്കും വിശേഷങ്ങളൊക്കെ കടക്കുന്നതിനും ഒരിക്കൽ കൂടി എല്ലാവർക്കും, എല്ലാ തൊഴിലാളികൾക്കും തൊഴിലാളി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ആരംഭിക്കുകയാണ് മോർണിംഗ് വേവ്സ്. ആദ്യം നമുക്ക് നോക്കാം ഉഷ്ണതരംഗത്തിൽ വെന്തുരുകി കേരളം. ഈ ചൂട്, കൊടും ചൂടിൽ ഏറ്റവും കൂടുതൽ വലയുന്നത് പാലക്കാട്ടെ ജനങ്ങളാണ്. നാളെ വരെ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പാലക്കാട് കഴിഞ്ഞ 4 ദിവസമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില എന്ന് പറയുമ്പോൾ തന്നെ ഏറെക്കുറെ ഊഹിക്കാം എത്രമാത്രം അനുഭവിക്കുന്നു അവിടുത്തെ ജനങ്ങൾ എന്നുള്ളത്. നാളെ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുറന്ന് പ്രവർത്തിക്കരുത് എന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. കൊടും ചൂടിൽ 3 പേർ സംസ്ഥാനത്ത് മരിക്കുകയും ചെയ്തു. ഈ ചൂടിങ്ങനെ കടുക്കുന്നതോടുകൂടി പാലക്കാട് ജില്ലയിലെ സാഹചര്യം കൂടി എടുത്തു നോക്കാം. എയർ കണ്ടീഷൻ വിൽപ്പനയിൽ റെക്കോർഡാണ് പാലക്കാട്. പല ഷോറൂമുകളിലും AC അത് സ്റ്റോക്കില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് AC വിൽപ്പന റെക്കോർഡിൽ എത്തിയതെന്ന് ഈ കടയുടമകൾ പറയുന്നു. കടുത്ത ഉഷ്ണത്തെയാണ് പാലക്കാട് അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷനൊന്നും ഇല്ലാതെ പാലക്കാട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻ കടകളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ പരമാവധി എയർ കണ്ടീഷൻ വാങ്ങുന്നുണ്ട്. മതിയായ സ്റ്റോക്കില്ലാത്ത ഒരു അവസ്ഥ കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഇത് വാങ്ങിക്കാൻ വന്ന ആളുകൾ ഇവിടെ കാണാം. അവരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. ഈ AC മേടിക്കാൻ വേണ്ടി വന്നതാണ്. അതെ അതെ, നല്ല ചൂടാണല്ലേ പാലക്കാട്. AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെ അതെ അതെ. ഏതാ നോക്കിയത്? എല്ലാം നോക്കി. ലോയിഡ്, മറ്റേ വോൾട്ടാസ് നോക്കുന്നു. എത്ര നോക്കി? ഓൾറെഡി വീട്ടിൽ 2 AC ഉണ്ട്. ഇപ്പോൾ 3 കൂടി നോക്കണം, പറ്റുന്നില്ല. AC നോക്കാൻ വേണ്ടി വന്നാണോ? AC നോക്കാൻ വേണ്ടി വന്നാണ്. പിന്നെ AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാലക്കാട് മാറിയില്ലേ? അതെ അതെ, AC ഇല്ലാതെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ 1 മിനിറ്റ് ആണെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് പവർ കട്ടിങ്, ലോഡ് താങ്ങുന്നില്ലാണ്ട് പവർ കട്ടും ഉണ്ട്. AC നിർബന്ധമായിട്ട്. നേരത്തെ AC ഇല്ലായിരുന്നു. എവിടെ? ഇപ്പോൾ ആദ്യമായിട്ട് മേടിക്കണേ. പക്ഷെ ഗൾഫിലായിരുന്നു, അവിടെ AC ഇല്ലാത്ത ജീവിതമാണ്, AC ഉള്ള ജീവിതമൊക്കെ ആയിരുന്നു. ഇവിടെ അതേമാതിരി ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. AC കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജ്മൽ ബിസ്മിയുടെ മാനേജർ കമലേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിന്റെ കച്ചവടം എങ്ങനെയാണ്, ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിലയുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയും. എങ്ങനെയാണ് കച്ചവടം? നന്നായി നടക്കുന്നില്ലേ? നന്നായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് പാലക്കാട് നമ്മുടെ അജ്മൽ ബിസ്മിയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ കച്ചവടമാണ് ഈ സീസണിൽ നടന്നേക്കുന്നത്. അപ്പം കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ ഡിമാൻഡാണ്, ഹൈലി ഡിമാൻഡാണ് മാർക്കറ്റിൽ. കഴിഞ്ഞ മാസമായിരുന്നോ കൂടുതൽ കച്ചവടം നടന്നത്? മാർച്ചിൽ കൂടുതൽ കച്ചവടം ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് നമുക്ക് ബ്രാൻഡുകളിൽ സ്റ്റോക്കിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴാണ് വന്നു തുടങ്ങി. ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ല അല്ലേ? ഇപ്പോൾ കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചില ബ്രാൻഡുകൾ ആ ടൈമിൽ ചിലപ്പം കിട്ടാനുണ്ടാവില്ല. പക്ഷെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് അജ്മൽ ബിസ്മിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് മാർച്ചിൽ എത്ര കച്ചവടം നടന്നിട്ടുണ്ടാവും? എത്ര രൂപയുടെ നമുക്ക് AC-യുടെതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000-1500 നമ്പേഴ്സിന് മുകളിലേക്കൊക്കെ നമുക്ക് കച്ചവടം നടന്നിട്ടുണ്ട് ഈ ഷോറൂമിൽ മാത്രം പറയാം. നമുക്ക് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒരു ഫ്രാഞ്ചൈസിൽ ഒരു 22-23 ഷോറൂംസ് നമുക്കുണ്ട്. ഓവറോൾ നല്ലൊരു. പാലക്കാടാണ് കൂടുതൽ കച്ചവടം നടക്കുന്നത്. പാലക്കാടും എറണാകുളം നല്ല കച്ചവടം നടക്കും. ഈ ആളുകൾ കൂടുതൽ ഇപ്പോൾ വരുന്നതൊക്കെ അധികവും AC മേടിക്കാൻ തന്നെയാണ് കൂടുതൽ ആളുകൾ. എല്ലാവരും AC തന്നെയാണ്. സാധാരണക്കാര് മുതൽ, ആദ്യം ലക്ഷറി ആയിട്ടാണ്, ഇപ്പോൾ സാധാരണക്കാര് മുതൽ എല്ലാവരും AC ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയായി.
എന്തായാലും അദ്ദേഹം പറയുന്നത് സാധാരണക്കാർക്ക് പോലും AC നിർബന്ധമായിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു AC മേടിക്കുക എന്നുള്ളതിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു. അത് റെഡി പൈസ കൊടുത്ത് മേടിക്കാൻ കഴിയുന്നവർ അങ്ങനെ മേടിക്കുന്നുണ്ട്. EMI ആയി മറ്റുള്ള EMI ആയി കൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EMI ആയിട്ടും ആളുകൾ ഇങ്ങനെ AC മേടിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ AC കച്ചവടം വലിയ തോതിൽ വർദ്ധിച്ചു എന്നുമാണ് അജ്മൽ ബിസ്മിയിലെ മാനേജർ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. പാലക്കാട്ട് സാഹചര്യം അത് കടുത്തതാണ്. ഇപ്പോൾ വിനേഷ് സൂചിപ്പിച്ചതുപോലെ AC ഇല്ലാതെ അവിടെ നിൽക്കുക അസാധ്യമാവുന്ന ഒരു മട്ട്. ഇനി നമ്മൾ കുട്ടനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ ഈ വേനൽക്കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്ഷാമം അത് കുടിവെള്ളത്തിനായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ കർഷക കുടുംബങ്ങൾ വലയുകയാണ്. 10 പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് കുടിവെള്ളം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. വേനൽ ചൂടിൽ കേരളം ചുട്ടുപൊള്ളുകയാണ്. അതിരൂക്ഷമായ ചൂടാണ് എല്ലായിടങ്ങളിലും അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ചുറ്റും വെള്ളമാണ് കുട്ടനാട്ടിൽ. പക്ഷേ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. നാളുകളായി വെള്ളമില്ലാതായിട്ട്. നിങ്ങൾ കുടിവെള്ളത്തിന് എന്താ ചെയ്യുക? എന്ത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുമല്ലോ, എന്നാ ചെയ്യും? കാശ് കൊടുത്ത് മേടിക്കാനാണെങ്കിൽ എൻ്റെ വീട്ടിലാണ് 2 പേര് വയ്യാത്തവരാ, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും പൈസ കൊടുക്കാൻ പോയാൽ എന്ത് ചെയ്യും നമ്മൾ? എന്താ പഞ്ചായത്തുകാരെന്താ പറയുന്ന? പഞ്ചായത്തുകാരൊന്നും പറയുന്നില്ല. അവർ തരും 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 നന്നാക്കുന്നുണ്ട് പൊട്ടിക്കിടക്കുവാണ് എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഉപ്പളം കയറ്റി വിട്ടു. എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിക്കുമായിരുന്നു. ഉപ്പളം കയറ്റി വിട്ടിട്ട് പിന്നെ എടുക്കാൻ. ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-10 ദിവസമായി. വെള്ളം തീരെ ഇല്ലാതായിട്ട്. ഇത് ഇവിടെ ആൾക്കാർ പഞ്ചായത്ത് പറയുന്നുണ്ട്, എല്ലായിടത്തും ചെന്ന് പറയുന്നുണ്ട്. ഇതുവരെയായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം വരെ ഞങ്ങളൊക്കെ ഈ കണ്ടത്തിന് നടക്ക് 4-ാം വാർഡില്ല എൻ്റെ വീട്. കണ്ടത്തിന് അടുക്ക് കിടക്കുന്നത് വള്ളത്തേലും വെള്ളം വരുന്നില്ല, ഒരു രീതിയിലും വെള്ളമില്ല. ആ സാഹചര്യമാണ്. ഇപ്പം ചെയ്യാമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ കൈനകരിയിലെ ഈ മുണ്ടക്കൽ എന്ന് പറയുന്ന വാട്ടർ ടാങ്കിൽ അടിക്കുന്ന വെള്ളം കൊണ്ട് നമുക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് എത്തത്തില്ല. അവർക്കെല്ലാവർക്കും അറിയാവുന്ന അറിയുന്നത് ഇനി അതിനുള്ള സോഴ്സ് നമുക്കില്ല. പക്ഷേ ജനങ്ങളെ വർഷാവർഷം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെള്ളം തരാമെന്നുള്ളത്. ഇത്തവണയും തന്നെ ശരിക്കും ഒരു 10 ദിവസമായിട്ട് നല്ല രീതിയിലുള്ള കുടിവെള്ളക്ഷാമമുണ്ട്. എങ്കിൽ പോലും അത് പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ തോടുകളിൽ പോളയില്ലായിരുന്നുകൊണ്ട് അന്നൊക്കെ എല്ലാവരും വള്ളത്തെ പോയി എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തോടുകളിലൊക്കെ പോള നിറഞ്ഞതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് കുടിവെള്ളം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. 2 കുപ്പി വെള്ളം എടുക്കണത് 50 രൂപ 100 രൂപ കൊടുക്കണം. നിങ്ങൾ ഇവിടുന്ന് സത്യം പറഞ്ഞാൽ വെള്ളം എടുക്കാൻ പോകണമെങ്കിലും അതും ഒരു ചാർജ് ആണല്ലേ? വെള്ളം എടുത്ത് അല്ലേ? വണ്ടിയുണ്ട്, വള്ളമുണ്ട്. വള്ളത്തെപ്പോ എടുക്കുന്നുണ്ട്, നമുക്ക് പ്രശ്നമില്ല. അപ്പൊ വെള്ളം എടുക്കാൻ പോകണം നമ്മൾ ഒരു കുപ്പി വെള്ളത്തിന് 50 രൂപ കൊടുക്കണം. അത് ഈ 2 കുപ്പി വെള്ളം എടുത്താൽ വീട്ടിലേക്ക് അത് നടക്കത്തില്ല. അരി വെക്കാനും പറ്റില്ല, കുടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ഉപ്പാണിത്. എങ്ങനെയുണ്ട് ഇവിടെ പ്രദേശത്തെല്ലാം വെള്ളം കിട്ടുന്നില്ലെന്നാ പറയുന്ന? എത്രാം വാർഡുകാരിയാ? 15-ാം വാർഡ്. എന്നാ അവസ്ഥ എന്താ അവിടെ? അവിടെ വള്ളത്തെ കൊണ്ടിരുന്നില്ല വെള്ളം. ഇടയ്ക്ക് 2 മാസം കൂടി ഞങ്ങളുടെ ഒരു വീട്ടിന് ഒരു ദിവസം കിട്ടിയത്. 2 മാസം കൂടി ഒരു ദിവസം 400 ലിറ്റർ വെള്ളം. പിന്നില്ല വെള്ളം തുടങ്ങിയിട്ട്. പിന്നെ ഉപ്പുവെള്ളം വന്നപ്പം ഒട്ടുമില്ല. പൈപ്പിലും വെള്ളം വരുന്നില്ല, ഞങ്ങൾക്ക് കുടിക്കാനും ഇല്ല. ഉപ്പുവെള്ളമാണ് ഇപ്പൊ ഇവിടെ. ഞങ്ങളൊക്കെ ഇനി വല്ല പടിഞ്ഞാറക്കര എങ്ങാനും പോയി താമസിക്കാൻ പോയി. എല്ലാരും പോവുകയാണല്ലേ സത്യം പറഞ്ഞാൽ? എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് അലക്കണം, കുളിക്കണം. ഇപ്പം തോട്ടിലേക്ക് നല്ലതാണെങ്കിൽ പിന്നെ ഞങ്ങൾ അതെങ്കിലും കോരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ അലക്കുകയോ ഒക്കെ ചെയ്യും. ഇപ്പം ഒന്നിനും ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമായിപ്പോയി ഞങ്ങൾക്കിപ്പോൾ. ഇങ്ങനെ ഇത്രയും നാളുകൾക്കകം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരിദ്ര്യം വന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ. വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? തോട്ടിലാണ് വെള്ളമില്ല ഇപ്പം. കണ്ടോ, പൈപ്പ് വെള്ളം പിടിച്ചു വെച്ചിരുന്ന ഇപ്പം വെള്ളമില്ല. വേറെ മാർഗമില്ല, നമുക്ക് വെള്ളമില്ല. അത് ആറ്റിലെ വെള്ളം. അത് ഞങ്ങൾ ഒന്നിനും എടുക്കുന്നില്ല. അത് ഉപ്പായതുകൊണ്ട്. കാരണം ദേഹത്തൊഴിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്.
കൈനഗിരിയിൽ 1 മുതൽ 15 വാർഡുകളുണ്ട്. ഈ 15 വാർഡുകളിലെ സാഹചര്യം ഇതാണെന്നാണ്. നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ സ്ഥലത്തും വെള്ളമാണ്. പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, കുളിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ഏറ്റവും അധികം പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന ആളുകളാണ് ഈ കുട്ടനാട്ടിലെ പാവപ്പെട്ടവരെന്നാണ് പറയാൻ കഴിയുക. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം കുട്ടനാട് കൈനഗിരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ കൊടുംവെയിലിൽ അത്യുഷ്ണത്തിൽ നമുക്കറിയാവുന്ന പോലെ ഈ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കൂടി സംസ്ഥാനം കടക്കുകയാണ്. അടിയന്തരമായി പവർ കട്ട്, ലോഡ് ഷെഡിംഗ് ഒക്കെ വേണം എന്നുള്ള ഒരു നിലപാടാണ് KSEBക്ക്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി അത് ചർച്ച ചെയ്യുന്നതിനായി KSEBയുടെ ഉന്നതതല യോഗം നാളെയാണ് ചേരാൻ പോകുന്നത്. സംസ്ഥാനത്ത് നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് KSEB സർക്കാരിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മറുപടി നൽകിയിരുന്നില്ല. വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ KSEB വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം അതിപ്പോൾ സർവ്വകാല റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോയാൽ SNC ലാവ്ലിൻ കേസിൽ സുപ്രീം കോടതിയിൽ ഇന്ന് അന്തിമ വാദം തുടങ്ങുന്നുണ്ട്. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണത്തിന് കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും നഷ്ടം സംഭവിച്ചുവെന്നാണ് കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ CBI നൽകിയത് ഉൾപ്പെടെയുള്ള ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ 113 നമ്പറായിട്ടാണ് കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് EDക്ക് മുന്നിൽ വീണ്ടും ഹാജരാകും. ഈ ദിനത്തിൽ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്ന ആവശ്യം നിരസിച്ച സാഹചര്യത്തിലാണ് ഹാജരാകുന്നതിനൊപ്പം ചില രേഖകൾ എത്തിക്കാനും ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ 5 തവണ വർഗീസിനെ ED ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായതായിരുന്നു മേയർ KSRTC ഡ്രൈവർ തർക്കം. ആ തർക്കത്തിൽ സാഹചര്യ തെളിവുകൾ പോലീസ് പരിശോധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ പരാതി. അത് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഭവത്തിൽ സാക്ഷിമൊഴികളും പോലീസ് തേടാൻ ആഗ്രഹിക്കുന്നു. അതേസമയം മേയർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഡ്രൈവർ യദുവിനെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാരുടെ സംഘടനകളും പ്രതിഷേധത്തിലാണ്. മേയർക്കെതിരെ കേസെടുക്കാത്തതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് യദു കൃഷ്ണൻ. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ സർക്കുലർ അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഗിയറുള്ള കാറിൽ തന്നെയാകണം ടെസ്റ്റ് നടത്തേണ്ടത് എന്നാണ് ഏറ്റവും പുതിയ മാർഗനിർദ്ദേശം. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണമെന്നും കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ല എന്നും പുതിയ സർക്കുലറിൽ പറയുന്നുണ്ട്. പ്രതിദിനം ഒരു MVIയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം അത് 30 ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വാർത്ത അത് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ എന്നല്ല, ലോകകപ്പ് സംഘത്തിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്ന ലോകകപ്പ് ടീമിലേക്ക് സഞ്ജുവിനെ 15 അംഗ ടീമിൽ ഉൾപ്പെടുത്തിയ ഒരു വലിയ സന്തോഷം നമ്മൾ നാടാകെ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, അതിൻ്റെ കൂടുതൽ വിലയിരുത്തലുകളിലേക്കായി ഡോക്ടർ N. അജിത് കുമാർ നമ്മോടൊപ്പം മോർണിംഗ് വൈബ്സിൽ ചേരും. ഡോക്ടർ അജിത് കുമാർ അവിടെ റെഡിയാണ്. പക്ഷേ നമ്മൾ ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുമ്പോൾ നമുക്ക് കേൾക്കാം ഡോക്ടർ N. അജിത് കുമാർ സഞ്ജു സാംസണിൻ്റെ ലോഗോ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്. ജയിക്കാൻ തന്നെയാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകൾക്കും ആശങ്കകൾക്കും ഒക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം നടത്തി BCCI. അതിൽ ഏറ്റവും പ്രധാനം മലയാളികളെ സംബന്ധിച്ച് സഞ്ജു സാംസൺ ലോകകപ്പ് സംഘത്തിൽ ഉൾപ്പെടുമോ എന്നുള്ളതായിരുന്നു. ആ 15 അംഗ സംഘത്തിൽ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറുടെ റോളിൽ എത്തിയപ്പോൾ അതിലുണ്ടായ സന്തോഷം അത് വലുതാണ്. നമ്മൾ മലയാളികൾക്ക് സഞ്ജു സാംസന്റെ സാന്നിധ്യം അത് വലിയ സന്തോഷം പകരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ അത് സൂചിപ്പിച്ച പോലെ ഡോക്ടർ N. അജിത് കുമാർ KCA മുൻ സെക്രട്ടറി, ക്രിക്കറ്റ് നിരീക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ അജിത് കുമാർ, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ആഗ്രഹിച്ച ഒരു വാർത്തയായിരുന്നു, അത് ഏറ്റവും ഒടുവിൽ സംഭവിക്കുകയും ചെയ്തു. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി അത് ലോകകപ്പ് സംഘത്തിൽ എത്തുന്നു എന്നുള്ളത്. ആദ്യം ചോദിക്കട്ടെ, ഈ IPL എന്നുള്ള ഈ സീസണിലെ ഈ കഴിഞ്ഞ 9 മത്സരങ്ങളിലെ
അതിഗംഭീര മികവാണോ സഞ്ജുവിനെ എത്തിച്ചതെന്ന് കരുതുന്നുണ്ടോ, അതോ ഇതുവരെയുള്ള സഞ്ജുവിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്കം ആണോ ലോകകപ്പിലേക്കുള്ള എൻട്രി? എനിക്ക് തോന്നുന്നത് IPL പെർഫോമൻസ് തന്നെയാണ്. കാരണം കറന്റ് പെർഫോമൻസിൽ ഇത്തവണ സെലക്ടേഴ്സ് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇപ്പൊ പ്ലേയേഴ്സ് സെലക്ട് ചെയ്ത പ്ലേയേഴ്സ് ഓരോന്നും നമുക്കറിയാം, അവർ IPL ശരിക്കും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്കൊരു വിഷമമുള്ള ഒരു കാര്യം ശുഭ്മാൻ ഗിൽ ടീമിലില്ല. കാരണം അദ്ദേഹം മറ്റവരുമായിട്ട് നാം താരതമ്യപ്പെടുത്തുമ്പോൾ അത്രയും മെച്ചപ്പെട്ട പെർഫോമൻസ് തവണ ശുഭ്മാൻ ഗില്ലിൽ നിന്ന് IPL കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു വിഷമം ഒരു ഭാഗത്ത് നമ്മൾ മാറ്റി നിർത്തിയാൽ യാതൊരു സംശയമില്ല IPL പെർഫോമൻസ്. കാരണം T20 ആണല്ലോ നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പൊ IPL എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സ്റ്റേജ്, ഇത്രയധികം കാണികൾ, ഇന്റർനാഷണലി ടെലികാസ്റ്റ് ചെയ്യുന്ന മാച്ചസ്, അപ്പൊ ഇത്രയധികം സമ്മർദ്ദം പറ്റാവുന്ന മാത്രം ഇത്രയധികം വലിയ ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്ന പണത്തിന്റെയും ആ ഒരു സമ്മർദ്ദത്തിൽ തീർച്ചയായിട്ടും പ്ലേയേഴ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അവരുടെ ആ പ്രകടനം പ്രധാനപ്പെട്ടമായും വിലയിരുത്തിയിട്ടുണ്ടെന്ന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് സഞ്ജുവിന്റെ കാര്യം. കാരണം 9ാമത്തെ മാച്ച് കഴിഞ്ഞ് ഇന്നലെ സെലക്ഷൻ കമ്മിറ്റി മീറ്റ് ചെയ്യുന്ന സമയത്ത് കാലത്ത് തന്നെ ഞാൻ ആലോചിച്ച കാര്യം ഇതാണ്, ഇന്ന് സഞ്ജുവിനെ എടുത്തില്ലെങ്കിൽ പിന്നെ സെലക്ഷൻ കമ്മിറ്റിക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത്രയും നല്ല പെർഫോമൻസ്. കാരണം 9 മത്സരങ്ങളിൽ 8 മത്സരങ്ങൾ ക്യാപ്റ്റനായിട്ട് വിജയിക്കുക, വിക്കറ്റ് കീപ്പർ നിലയിൽ നന്നായിട്ട് തിളങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട വിരാട് കോഹ്ലിക്ക് ശേഷം നമ്പർ 2 ആണെന്ന് സഞ്ജു സാംസൺ ബാറ്റിംഗ് പെർഫോമൻസിൽ. വിരാട് കോഹ്ലി 500 റൺസ് എത്തി, എന്നാൽ സഞ്ജു സാംസൺ 375 ആണ്. 9 ഇന്നിംഗ്സിൽ 375 റൺ എടുത്ത് സഞ്ജു സാംസൺ 385 റൺ എടുത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. പ്രത്യേകിച്ചും അവസാനം ലക്നൌവിലായിട്ടുള്ള പെർഫോമൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാം സഞ്ജു എത്രയധികം മെച്യൂർ ആയിട്ടാണ് കളിച്ചത്. കാരണം അതൊരു മെച്യൂർഡ് ഇന്നിങ്സ് ആയിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം വരുമ്പോൾ നല്ല പൊസിഷൻ തീരെ നന്നായിരുന്നു. ബട്ട്ലറും ജയ്സ്വാളും ഔട്ടായ ശേഷമാണ് അദ്ദേഹം 60-2 എന്ന നിലയിലാണ് അദ്ദേഹം ക്രീസിലുള്ളത്. ആ സമയത്ത് അദ്ദേഹം അന്ന് കാണിച്ച ആ മികവ്, ആ ഒരു മെച്യൂരിറ്റി തീർച്ചയായിട്ടും സെലക്ടേഴ്സിന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ സാധ്യമല്ല. സഞ്ജു അങ്ങനെ ഇന്ത്യൻ ടീം കയറിയിരിക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കയറിയ സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് ഒരു അവിവേച്യ ഘടകമായി അദ്ദേഹം മാറണം. അതിനുള്ള പെർഫോമൻസ് T20 അദ്ദേഹം നടത്തും തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ശ്രീ അജിത് കുമാർ, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രതീക്ഷ. പക്ഷേ അവിടെ ഒരു ആശങ്ക നിലനിൽക്കുന്നത് ഈ ആദ്യ മത്സരങ്ങളൊക്കെ സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായും ഫസ്റ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്തിനെ പരിഗണിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 5th നമ്പർ ബാറ്ററായി, സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി അപ്പോൾ ശിവൻ ദുബെയൊക്കെ ഒഴിവാക്കി സഞ്ജുവിനെ ഉൾപ്പെടുത്തുക, അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ടോ? എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. എന്തായാലും അദ്ദേഹം ഫസ്റ്റ് ലെവലിൽ ഉണ്ടാവും. ഒന്നുകിൽ ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ കം കീപ്പർ എന്ന നിലയിൽ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടുപേരും ടോപ്പ് ഫോമിലാണ്. ഞാൻ ഋഷഭ് പന്തിനെ ഒരിക്കലും അണ്ടർ റേറ്റ് ചെയ്യില്ല. കാരണം അദ്ദേഹം നല്ല ടോപ്പ് ഫോമിലാണ്. അതായത് 82 ഞാൻ കണ്ടു, എന്തോ ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഇറ്റ് വാസ് ജെം ഓഫ് എൻ ഇന്നിങ്സ്, സംശയിക്കേണ്ട. മാത്രമല്ല ഇപ്പൊ സ്കോറിംഗ് റേറ്റില് അദ്ദേഹം 4ാം സ്ഥാനത്തുണ്ട്. അദ്ദേഹം 375 റൺ എടുത്ത് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് സ്കോറിങ്ങിലും അദ്ദേഹത്തിന് ഋഷഭ് പന്ത് നല്ല മുൻപന്തിയിൽ തന്നെയാണ്. പിന്നെ ലെഫ്റ്റ് ഹാൻഡർ എന്നൊരു ചെറിയൊരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ എന്തൊന്നാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാറ്റിംഗ് കോമ്പസിഷനിൽ ജയ്സ്വാൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടാകുമ്പോൾ മിഡിൽ ഓർഡറിൽ ഒന്നുകിൽ സഞ്ജു ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം വിരാട് കോഹ്ലി നമ്പർ 3 വന്നു കഴിഞ്ഞാൽ നമ്പർ 4 എന്നും നമുക്ക് ഒരു വലിയ ടെൻഷനായിട്ടുള്ളൊരു സ്പോട്ടാണ്. T20 ആയിക്കോട്ടെ, ODI ODIയില് ശ്രേയസ് അയ്യർ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു, ഫെയിലിയറായി. സൂര്യകുമാറിനെ എക്സ്പെരിമെന്റ് ചെയ്തു, ഫെയിലിയറായി. നമ്മുടെ ODI ലോകകപ്പ് തോൽക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം ഞാൻ കണ്ടത് നമ്മുടെ നമ്പർ 4 നല്ലൊരു കളിക്കാരനില്ലാത്തതാണ്. അവിടെയാണ് സഞ്ജു ശരിക്ക് ഒരു നല്ല റീപ്ലേസ്മെന്റ് ആയിട്ട് സൂര്യകുമാർ കാരണം സൂര്യകുമാർ എന്തുകൊണ്ടാണ് അസൽ പ്ലെയറെ നമുക്ക് അദ്ദേഹത്തിനെ പറ്റി ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഒരു ഫിനിഷറാണ്. ഈ നമ്പർ 4 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു ഫിനിഷർക്ക് ഒരു നമ്പർ 4 റോൾ കൊടുത്താൽ ഒരിക്കലും ശരിയാവില്ല. അവിടെയാണ് സഞ്ജു ഒരു എസെറ്റ് ആവാൻ പോണത്. നമ്പർ 4 റോളില് എന്തായാലും തീർച്ചയായിട്ടും ഇത്തവണ സഞ്ജുവിന് വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മാത്രം ഇത്രയും നല്ലൊരു കൺസിസ്റ്റൻസി ഇത്തവണ സഞ്ജു കാണിച്ചതുപോലെ വേറെ ആരും കാണിച്ചിട്ടുമില്ല. ഓഫ്കോഴ്സ് മറ്റവരെ ശരിക്കൊരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും ആ കൺസിസ്റ്റൻസി. അപ്പൊ അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് ആ ടീമിന്റെ കോമ്പസിഷൻസ് ആദ്യത്തെ മത്സരത്തിൽ പാകിസ്ഥാനായിട്ടുള്ള ആദ്യത്തെ മത്സരത്തിലെങ്കിലും നമ്മൾ
സഞ്ജുവിനെ തന്നെ കളിപ്പിക്കാനാണ് സാധ്യത. മാത്രമല്ല സഞ്ജു ഒരു ഫിയർലെസ് ആണ്. അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് സ്റ്റൈല് തന്നെ. ഒരു കാലത്ത് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു അദ്ദേഹം സ്പിൻ ബോളിങ്ങിനോട് ചെറുതായിട്ട് വീക്കാണെന്ന്. പക്ഷെ ഇത്തവണ റാഷിദ് ഖാനെ ആ എന്താ പറയുക ഗുജറാത്ത് ടൈറ്റൻസിനുള്ള കളിയിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു അദ്ദേഹത്തെ എത്ര വീക്ക്നെസ് ഉണ്ട് സ്പിൻ ബോളിങ്ങിനോട്. സ്പിൻ ബോളിംഗ് ആ വീക്ക്നെസ്സും അദ്ദേഹം ഓവർകം ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിലെ വിക്കറ്റ്സ് പ്രത്യേകിച്ച് കുറച്ചും കൂടി ഫാസ്റ്റർ വിക്കറ്റ്സ് ആണ്. ഇപ്പൊ ഒരു പോർട്ട് സ്പെയിൻ ഒന്ന് മാത്രം മാറ്റി നിർത്തിയ ബാക്കി ബാർബേഡോസിലും ഒക്കെ ഞാൻ എക്സാക്ട്ലി നമ്മൾ ഇന്ത്യ എവിടെയാ കളിക്കുന്നതെന്ന് കൃത്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ എന്നാൽ ഞാൻ പറയാണ്, ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഈ വെസ്റ്റ് ഇൻഡീസ് തന്നെ കളിക്കാൻ പോകുന്നത്. അവിടെ ആ സ്ഥലത്ത് അവിടങ്ങളിൽ നമ്മുടെ ഈ സഞ്ജുയെ പോലെയുള്ള ഈ സ്ട്രോക്ക് മേക്കേഴ്സ് നല്ല പ്രോസ്പെക്ട്സ് ആണ്. അപ്പൊ ആ ഒരു കടവും കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു റോഹിത് തീർച്ചയായിട്ടും സഞ്ജുവിനെ പ്രിഫർ ചെയ്യും. മാത്രമല്ല സഞ്ജു വന്ന ഒരു അഡീഷണൽ ബാറ്റ്സ്മാനുമായി കിറ്റ് കീപ്പറുണ്ട്. അദ്ദേഹത്തിന് ബോളിംഗ് സ്ട്രെങ്ത് കൂട്ടാനും പറ്റും റോഹിതിന്. കാരണം 5 ബോളേഴ്സിന് എടുക്കാൻ പറ്റും. 6 ബാറ്റ്സ്മാൻമാരും 5 ബോളേഴ്സുമായിട്ട് മറ്റൊരു ടീം 6ാമത്തെ ബാറ്റ്സ്മാനായിട്ട് ഹർദിക് പാണ്ഡ്യയും കൂടി വന്നാൽ നമുക്കൊരു എക്സ്ട്രാ ബോളറും കൂടി കിട്ടി. അപ്പൊ ആ ഒരു ലെവലായിരിക്കും തീർച്ചയായിട്ടും റോഹിത് ചിന്തിക്കുക. ജഡേജയും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ ലെഫ്റ്റ് ഹാൻഡർ എന്നല്ലേ നമുക്ക് മിഡിൽ ഓർഡറിൽ ജഡേജ ഉണ്ട്. അപ്പൊ ആ ഒരു ജഡേജ ഡെഫിനറ്റ്ലി ഒരു എസറ്റ് ആണ് ടീമില്. അപ്പൊ അത് മാത്രമല്ല നല്ല ഹിറ്ററും കൂടിയാണ്. ആ എല്ലാ സാഹചര്യങ്ങളും നോക്കുമ്പോൾ ആദ്യ മത്സരങ്ങളിൽ സഞ്ജു കളിക്കാനാണ് സാധ്യത. അദ്ദേഹം ആ കിട്ടിയ ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് നല്ല ടീമിൽ ഒരു പെർമനന്റ് പ്ലേസ് എത്താൻ പറ്റും. കാരണം കീപ്പർ നിലയിൽ രണ്ടുപേരും നന്നായിട്ട് ഷൈൻ ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഋഷഭ് പന്ത് അസലായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ മത്സരങ്ങളും ഡൽഹിയിൽ കണ്ടതാണ്. അതിൽ അസലായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വലിയൊരു മേജർ ഇഞ്ചുറി ഉണ്ടായി എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലാണ് നമ്മുടെ ഋഷഭ് കളിക്കുന്നത്. അപ്പൊ അത് കാണുന്ന സമയത്ത് പക്ഷെ എന്നാലും ഇവർ തമ്മിലായിട്ട് ഒരു ശരിക്കൊരു കമ്പാരിസൺ എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും സഞ്ജു ആണ് 1 സ്റ്റെപ്പ് അഹെഡ്. സഞ്ജു തന്നെയായിരിക്കും നമ്മുടെ മെയിൻ പ്ലെയറും. ആദ്യത്തെ 11-ല് ആദ്യത്തെ മത്സരത്തിൽ സഞ്ജു തന്നെ കളിക്കുന്നതാണ്. കാരണം ഈ ലെഫ്റ്റ് ഹാൻഡർ അഡ്വാൻറ്റേജ് ജഡേജ വന്നതോടെ നമുക്ക് 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് മിഡിൽ ഓർഡറിൽ ഒരു ലേറ്റർ മിഡിൽ ഓർഡറിൽ ഒരു ലക്ഷറിയാണ്. അതെനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ റോഹിത് ആ ലെവലിലേക്ക് ആലോചിക്കാം. ഞാൻ ഈ ടീം സെലക്ഷൻ്റെ കാര്യം ആലോചിച്ചപ്പോഴേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തോന്നിയത് ഈ ഹാർദിക് പാണ്ഡ്യയുടെ ഇൻക്ലൂഷനാണ്. ഞാൻ സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ചോദിച്ചതാണ്. ഈ ഹാർദിക് പാണ്ഡ്യയെ ഉപനായകനായി നിർത്തുന്നു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത് ഹാർദിക് പാണ്ഡ്യ ഈ ലോകകപ്പ് ടീമിൽ ഉണ്ടാകണമോ എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ രോഹിത് ഇല്ലാത്ത സമയത്ത് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ശരി തന്നെ. പക്ഷെ അപ്പോഴും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച നിലവിലത്തെ ഫോം അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. ലോകകപ്പ് പോലുള്ളൊരു വേദിയിലേക്ക് എത്തുമ്പോൾ ഹാർദിക് പാണ്ഡ്യയെ ഉപനായകനായി നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ടീമിൽ ഒരു കൃത്യമായുള്ള പൊസിഷൻ നൽകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പേസ് ബോളിംഗ് ഓപ്ഷനായി പേസ് ബോളിംഗ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരികയാണെങ്കിൽ നിലവിൽ അദ്ദേഹത്തിൻ്റെ സ്പെല്ല് കംപ്ലീറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ ഹാർദിക് പാണ്ഡ്യയുടെ ഇൻക്ലൂഷനെ പറ്റി എന്താണ് തോന്നിയത്? ഹാർദിക് പാണ്ഡ്യ ഒരു റിയൽ ഫൈറ്ററാണ്. നമുക്കറിയാം ഇത്തവണ എന്തോ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹം അത്രയധികം വിചാരിക്കുന്ന ലെവലിലേക്ക് ഷൈൻ ചെയ്തില്ല. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് ഈ ഹാർദിക് പാണ്ഡ്യ. എനിക്ക് അദ്ദേഹത്തിന്റെ കളി കണ്ടപ്പോഴേ കപിൽ ദേവിന്റെയാണ് ഒരു സെക്കൻഡ് കപിൽ ദേവ് ആണ് ഹാർദിക് പാണ്ഡ്യ. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ചെറിയൊരു അദ്ദേഹത്തിന്റെ ഇഞ്ചറിയാണ്. വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വാസ് എക്സലന്റ്. ഓസ്ട്രേലിയയുടെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ നമ്മൾ അവരെ തോപ്പിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് കാരണമാണ്. അപ്പൊ അതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ ബ്രില്യൻസിനെ കുറിച്ച് നമുക്ക് യാതൊരു സെക്കൻഡ് ഒപ്പീനിയൻ ഇല്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ലീഡ് ചെയ്ത് ഗുജറാത്ത് ടൈറ്റൻസിനെ ആദ്യത്തെ സീസൺ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ചാമ്പ്യൻസ് ആയി. 2ാമത്തെ സീസണിൽ ഗുജറാത്ത് ചാമ്പ്യൻസ് റണ്ണറപ്പ് ആയി. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി മികവ് തന്നെയായിരുന്നു. കഷ്ടകാലത്തിന് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി അദ്ദേഹം ആ വിചാരിക്കുന്ന ലെവലിലേക്ക് ഉയർന്നില്ല എന്നൊന്നും നമുക്കൊന്ന് മാറ്റിവെച്ചാൽ ഓവറോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഹസ് ബീൻ ഗുഡ്. കാരണം ഇന്നലെയും എനിക്ക് വളരെ വിഷമം തോന്നി. അവർ ഇന്നലെ ലക്നോട് കളി തോറ്റ സമയത്ത് 145 റണ്ണെടുത്ത് ഓൾ ഔട്ടായി കളിയും അവസാനത്തില്. പക്ഷെ അത് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്തായാലും ആയിരുന്നു ഹാർദിക്. മാത്രമല്ല ഇപ്പൊ രോഹിത്തിന് ഇപ്പൊ 37 വയസ്സായി. ഇപ്പൊ നമുക്കൊരു ഫ്യൂച്ചർ ഒരു പുതിയ ക്യാപ്റ്റനെ കുറിച്ച് ആലോചിക്കേണ്ടേ പറ്റും. ക്യാപ്റ്റൻസിന്റെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിയാൽ മാത്രമല്ല ക്യാപ്റ്റൻസി മെറ്റീരിയൽ ആണ് ഹാർദിക്. അത് യാതൊരു സംശയമില്ല. ക്യാപ്റ്റൻസി ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഹാർദിക്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു പുതിയൊരു വൈസ് ക്യാപ്റ്റനെ കൊണ്ടുവരിക ബുദ്ധിമുട്ടായി. കാരണം വിരാട് കോഹ്ലി എന്തായാലും ക്യാപ്റ്റൻസിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സ്ഥിതിക്ക് ഇതുപോലൊരു ടൂർണമെന്റിൽ ഒരു പുതിയൊരു വൈസ് ക്യാപ്റ്റൻ വരിക എന്നത് കാരണം ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ഇപ്പൊ ലോകകപ്പിന് അദ്ദേഹമായിരുന്നു, ODI ലോകകപ്പിനും അദ്ദേഹമായിരുന്നല്ലോ വൈസ് ക്യാപ്റ്റൻ. അപ്പം അദ്ദേഹത്തിന്റെ മാത്രമല്ല KL രാഹുലിനെ ടീമിൽ എടുത്തിട്ടില്ല. പിന്നെയുള്ള ക്യാപ്റ്റൻസി വെച്ച് KL രാഹുല.
അദ്ദേഹത്തിന് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വന്നുപോയി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ പിന്നെ ആരെയാൾക്ക് സഞ്ജു ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റനാണ്. സ്പെഷ്യൽ ഇത്തവണ രാജസ്ഥാൻ റോയൽസ് എങ്ങാനും IPL വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും സഞ്ജു റെക്കനിങ്ങിൽ വരും. അങ്ങനെ ഒരു വലിയൊരു വിജയം ഇതുവരെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണല്ലോ ഇത്രയും 2 വർഷം മുമ്പ് സെമിഫൈനലിൽ എത്തി, പക്ഷെ ഫൈനൽസ് കണ്ടില്ല രാജസ്ഥാൻ. ഫൈനൽസ് കണ്ട് ഒരു തവണ ഫൈനൽസിലെത്തി, പക്ഷെ അടുത്ത തവണ ആ കൺസിസ്റ്റൻസി അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗുജറാത്ത് ടൈറ്റൻസ് തോൽപ്പിച്ച രാജസ്ഥാൻ റോയൽസിനാണല്ലോ ഫൈനൽസിൽ. പക്ഷെ എന്നാൽ അന്ന് നമുക്ക് ശരിക്കും ആ 2 ക്യാപ്റ്റൻസിന്റെയും എന്താ പറയുക ക്യാപ്റ്റൻസി മികവ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഹർദിക് എന്തൊരു മികച്ച ക്യാപ്റ്റനാണെന്നുള്ളത് അന്നത്തെ ആ ഫൈനൽസിന്റെ ഒരൊറ്റ ഒരു എക്സാമ്പിൾ മതി. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തവണ സഞ്ജു ക്യാപ്റ്റനായ രാജസ്ഥാൻ റോയൽസിനെ ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് ലീഡ് ചെയ്താൽ പിന്നെ സഞ്ജു ഡെഫിനറ്റ്ലി റെക്കനിങ്ങിൽ വരും. മാത്രമല്ല സഞ്ജുവിന്റെ ടീമിൽ കയറി ഇപ്പൊ ഇതുവരെ നമ്മൾ എന്തായാലും നമ്മുടെ ആൻസൈറ്റി സഞ്ജു ടീമിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അപ്പൊ ടീമിലൊരു പെർമനന്റ് മെമ്പർ ആവട്ടെ. അദ്ദേഹം ഇപ്പൊ ഇന്നും അദ്ദേഹം ഋഷഭ് പന്തും KL രാഹുലും അദ്ദേഹത്തിന് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ട്. അവർ രണ്ടുപേരും കോമ്പറ്റീഷൻ ഓവർകം ചെയ്ത് കൃത്യതയോടെ അദ്ദേഹം ടീമിലുണ്ടായത്. എന്നാൽ ഹർദിക്കിന് കോമ്പറ്റീഷൻ ഇല്ല. ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ, ഇന്ത്യയിലെ ബെസ്റ്റ് ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ആരാന്ന് വെച്ചാൽ രണ്ട് ഓപ്ഷൻസ് ഇല്ല, അത് ഹർദിക് പാണ്ഡ്യ തന്നെയാണ്. അപ്പൊ അങ്ങനെ ടീമിലൊരു സെർട്ടനിറ്റി എന്നൊരു ലെവലിലേക്ക് വരികയാണെങ്കിൽ സംശയിക്കേണ്ട, സഞ്ജു ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റനാണ്. കാരണം ഇപ്പൊ തന്നെ പല കോമന്ററി ടീംസ് ഇപ്പം അദ്ദേഹത്തിന്റെ കൂടെ കളിക്കുന്ന ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബട്ട്ലറിനെ പറഞ്ഞു സഞ്ജു ഇസ് റിയൽ ക്യാപ്റ്റൻസി മെറ്റീരിയൽ, അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആവേണ്ടതാണ്, അതിനുള്ള ആ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന്. പക്ഷെ അത് പൂർണ്ണമാകണമെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോഫി ജയിക്കണം. ഈ ട്രോഫി വിജയിക്കുമ്പോഴാണ് ആ വ്യക്തികളൊക്കെ ശരിക്കും മുകളിലേക്ക് വരിക. എന്തുകൊണ്ട് അദ്ദേഹത്തെ എടുത്തില്ല എന്നൊരു രണ്ടാമതൊരു ചോദ്യം വരുന്നത്. ഇല്ലെങ്കിൽ ടീമിൽ തന്നെ ആദ്യം പെർമനന്റ് ആവട്ടെ, അതിനുശേഷമാവാം എന്നായിരിക്കാം. കാരണം അജിത് കർക്കറിനെ പോലെ ഒരു പേഴ്സൺ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയാണ്, അദ്ദേഹം അബ്സല്യൂട്ട്ലി ഫെയർ ആണ് ഇങ്ങനത്തെ കാര്യത്തിൽ. കാരണം ഈ ടീം സെലക്ഷൻ കണ്ടപ്പോൾ നമുക്കറിയാലോ എത്ര ഫെയർ ആയിട്ടാണ് അവർ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. ഒരാളും മറ്റേ ആളെക്കാളും മെച്ചമാണ്. കാരണം ഏറ്റവും പല സെലക്ഷൻസും നമുക്ക് എത്ര ഒരു പേടി അവരുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച എല്ലാവരും ഉണ്ട്. അവർ 2 പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് വിഷമമുള്ളൂ. പക്ഷെ അതൊന്ന് മാറ്റി നിർത്തിയാൽ എല്ലാവരും കളിക്കേണ്ട, എല്ലാവരും ശരിക്കും നമ്മുടെ ടീമിന് കളിക്കേണ്ട എല്ലാവരും ഈ ഡെഫിനറ്റ്ലി ടീമിലുണ്ട്. ഓക്കെ, ഞാൻ ഒരു ട്വീറ്റ് ഉണ്ട് ഈ ജാമി ആൾട്ടറിന്റെ. ഇന്ത്യസ് ടോപ്പ് 6 ഫോർ ദ 2024 T20 വേൾഡ് കപ്പ് ഈസ് ഓൾമോസ്റ്റ് സെയിം ഫ്രം 21 and 22. അതായത് 2021-22 ലോകകപ്പുകളിലെ ഏതാണ്ട് ഏറെക്കുറെ സെയിം ടീമിനെ നിലനിർത്തുന്ന സാഹചര്യം, വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് KL രാഹുൽ ബീങ് റീപ്ലേസ്ഡ് ബൈ യശസ്വി ജയ്സ്വാൾ. ഈ പ്രായം ബാധിക്കുന്നുണ്ടോ 2020 ടീമിന്? അതെനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ രണ്ടുപേരല്ലേ ഒരു സീരിയസ് ആയിട്ട് രാഹുൽ ടീമിൽ ഉണ്ടാവേണ്ട ഒരാളാണ്. കാരണം ഇന്നിപ്പം നമ്പർ 3 ആയിട്ട് നിൽക്കുന്ന രാഹുലാണ് ബാറ്റിംഗില്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാഹുൽ ടീമിൽ ഉണ്ടാവും എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ രാഹുൽ ആരുടെ പ്ലേസ് എടുക്കും? മാത്രമല്ല രാഹുലിന്റെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വല്ലാണ്ട് ഇഞ്ചുറി പ്രോൺ ആണോ എന്നൊരു സംശയം. പെട്ടെന്നാണ് ഇഞ്ചുറി ആവും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഇഞ്ചുറി പ്രോൺ ആണോ സെലക്ടേഴ്സിനെ അദ്ദേഹത്തെ എടുക്കാതിരിക്കാനുള്ള സാധ്യത നമുക്ക് ശരിക്കും ആക്ച്വലി രാഹുലും സഞ്ജുവും ടീമിൽ എടുക്കണ്ടാവുന്ന ഞാൻ വിചാരിച്ചു. കാരണം ഋഷഭിനെയും അയാളുടെ റിക്കവറി ലെവൽ നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവർ രണ്ടുപേരായിരിക്കും ടീമിൽ നിന്നാണ് ആദ്യം എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ രാഹുലിന്റെ എനിക്ക് പ്രശ്നം എനിക്ക് അദ്ദേഹത്തിന്റെ ഇഞ്ചുറി പ്രോൺ ആണ്. ആ ഒരു സിസ്റ്റം ഇപ്പോഴും പലപ്പോഴും അദ്ദേഹം കീപ്പർ എന്ന നിലയിൽ ഡൈവ് ഒക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് അദ്ദേഹം അത് ചില ഡൈവിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊക്കെ സെലക്ടേഴ്സ് ഒക്കെ സൂക്ഷ്മമായി നോക്കുന്നതാണ്. അല്ല, ഈ സംശയം വരാനുള്ള കാരണം ഡോക്ടർ അജിത് കുമാർ, ഈ 2021-ലും 2022-ലും ഉള്ള ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള 6 പേരെ ഉൾപ്പെടുത്തുമ്പോൾ അത് ടോപ്പിൽ ഈ 2 തവണയും ഇന്ത്യൻ ടീമിന് അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് വ്യക്തമായതാണ്. അപ്പോൾ 3-ാം തവണയും അതേ പ്ലാനുമായി പോകുന്നതിന്റെ ഒരു സാഹചര്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇവരെല്ലാം നല്ല ഫോമിലല്ലേ? നമുക്ക് ടീം ഇത്രയും നല്ല ഫോമിലുള്ള പ്ലേയേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇപ്പൊ ശിവം ദുബെയെ മാറ്റാൻ പറ്റുമോ? ശിവം ദുബെ അന്നുണ്ടായിരുന്നു. ശിവം ദുബെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ചാഹൽ IPL 200 വിക്കറ്റ് തികഞ്ഞ വ്യക്തിയാണ്. എന്ത് നന്നായിട്ട് ഇത്തവണ ബോൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്പർ 1 ആയിട്ട് നിൽക്കുക. അദ്ദേഹമാണ് പർപ്പിൾ ക്യാപ്പ് ഇട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയറെ നമുക്ക് മാറ്റാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ എടുത്ത് നോക്കിയാൽ പലരും അവര് പിന്നെ 2 വർഷമായിട്ടുള്ളൂ, വളരെയധികം ടൈം കഴിഞ്ഞിട്ടില്ലല്ലോ. 2 വർഷത്തിനുള്ളിൽ അവരെ എല്ലാവരും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തത്. കാരണം ഇവരൊക്കെ ശരിക്കും T20 സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ ഹർഷ്ദീപാണ് അല്ലെ വേറൊരാൾക്ക് ഒരു
ഞാൻ ഒരു ഇത് കണ്ടപ്പോൾ ആർഷ്ദീപ് പറയത്തക്ക വിധത്തിൽ ഫോമിലാണോ എന്ന് പറയാം. പക്ഷെ നമുക്ക് ഇന്ന് ഒരു ലെഫ്റ്റ് ആം ഓപ്ഷൻ ആർഷ്ദീപ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ചു എന്നിട്ട് ഇത്തവണ എടുക്കാതിരിക്കുന്നത് ശരിയാണോ? അത് ഐ ഡോണ്ട് തിങ്ക്സ്. കാരണം ഒന്ന് ഡെഫിനറ്റ് ആണ്, ഈ 15 പേരും IPL തിളങ്ങിക്കൊണ്ടിരിക്കുക. തിളങ്ങുന്ന പ്ലേയേഴ്സ് ആണ് 15 പേരും. ആരാണ് തിളങ്ങാത്തത് നമുക്കൊന്ന് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്ലെയർ ഇല്ല. എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ആദ്യം മങ്ങിയത് സൂര്യകുമാറാണ്. അവസാനം സൂര്യകുമാർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. സൂര്യകുമാർ ഇന്നും T20 ലോകകപ്പിൽ ടോപ്പ് 5 പ്ലെയർ ആണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് നേരത്തെ കളിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു മാനദണ്ഡമായിട്ട് ഞാൻ കാണുന്നില്ല. പുതിയ ബ്ലഡ് ചെയ്യാം, ഡെഫിനറ്റ്ലി യങ്സ്റ്റേഴ്സ് നമ്മൾ ബ്ലഡ് ചെയ്യാം. പക്ഷെ എക്സിസ്റ്റിംഗ് നന്നായിട്ട് പെർഫോം ചെയ്ത് നമുക്ക് അവരെ മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ രോഹിത് ശർമ്മ നമുക്കറിയാം, ക്യാപ്റ്റൻ എന്ന നിലയിലും ഒരു പ്ലെയർ എന്ന നിലയിലും നമ്പർ 1 ആണ്. ഇപ്പൊ സീനിയർ മോസ്റ്റ് ഇവർ രണ്ടുപേരാണല്ലോ, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയാണ് ഇത്തവണ IPL നമ്പർ 1 പ്ലെയർ. ഈ ഓറഞ്ച് ക്യാപ്പ് ഇതുവരെ അദ്ദേഹം മാറ്റിയിട്ടില്ല. ഓറഞ്ച് ക്യാപ്പ് 2ാമത്തെ മത്സരത്തിൽ കിട്ടിയ വിരാട് കോഹ്ലി ഇനിയിപ്പോ 10ാമത്തെ മത്സരം കഴിക്കുമ്പോഴും അദ്ദേഹം തന്നെയാണ് ഓറഞ്ച് ക്യാപ്പ് നടക്കുന്നത്. അപ്പൊ അതിന് അദ്ദേഹത്തിന് കൺസേൺ. അദ്ദേഹത്തിന് 36 വയസ്സായി വന്നിട്ട് മാറ്റാൻ പറ്റുമോ? ഒന്നും ഒരു ഏജ് ഒരു ഫാക്ടറിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായത് കൊണ്ട് ടീമിനെ മെച്ചപ്പെടുത്തുന്നതേ ഉള്ളൂ. യങ്സ്റ്റേഴ്സ് ആയിട്ട് 2-3 പേര് വിട്ടാവുന്നത് നന്നായിരുന്നു. പക്ഷെ ആ ലെവലിലേക്ക് ആരും കയറി. ഭാവേഷ് ഖാൻ അദ്ദേഹം ഒരു പോസിബിലിറ്റി ഇല്ലായിരുന്നു, അദ്ദേഹത്തെ റിസർവ്സിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു 2-3 പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് അത്രയും ഇപ്പം വേറൊരു നമുക്കൊരു വിഷമമുള്ളത് ഈ ഋതുരാജ് ഗെയ്ക്വാഡിനെ പക്ഷെ ഗെയ്ക്വാഡിനെ എവിടെ നമ്മള് ഫിറ്റ് ചെയ്യും എന്നൊരു ഇഷ്യൂ ഉണ്ട്. വന്നിട്ട് വെറുതെ 15 കയറി കൈയടിച്ച് പോകുന്നതിനേക്കാളും ബെറ്റർ. കാരണം ഗെയ്ക്വാഡ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ ലെവലിൽ എടുക്കേണ്ടത്. അത്രയും നല്ലൊരു പ്ലെയറാണ് ഋതുരാജിന് ടീമിന് ചാൻസ് ഇല്ല. അദ്ദേഹത്തിന് പെർഫോമൻസ് 2 സെഞ്ചുറി അടിച്ച ആളല്ലേ. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്ക് വേണ്ടിയിട്ട് ലക്നൌ അഗേൻസ്റ്റ് 98 റൺ എടുത്തു. അപ്പൊ എല്ലാ വിധത്തിലും അദ്ദേഹം നല്ല ഫോമിലാണ്. പക്ഷെ എവിടെ നമ്മള് ഋതുരാജ് അതിന്റെയാണ് ശുഭ്മാന്റെയും പ്രശ്നം. അപ്പൊ അങ്ങനത്തെ ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സെലക്ടേഴ്സിന് ഒരു സൂപ്പർഫ്ലൂവിറ്റി ഓഫ് റിച്ചസ് ഉണ്ട്. അതാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. കുറച്ച് അപ്പൊ അങ്ങനെ പോകുമ്പോൾ കുറച്ചും കൂടി എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ഹു ഹാവ് ഡൺ വെൽ ഇൻ വെസ്റ്റ് ഇൻഡീസ്. ഇപ്പം വിരാട് കോഹ്ലി വെസ്റ്റ് ഇൻഡീസിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളാണ്. ഇവരൊക്കെ വെസ്റ്റ് ഇൻഡീസ്, ഇപ്പൊ ജയ്സ്വാള് വെസ്റ്റ് ഇൻഡീസിൽ ഡെബ്യൂന് സെഞ്ചുറി അടിച്ച ആളാ ടെസ്റ്റില്. അപ്പൊ അവരൊക്കെ വെസ്റ്റ് ഇൻഡീസിൽ. അപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. വെസ്റ്റ് ഇൻഡീസ് ഈ എക്സിസ്റ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസിൽ നല്ല പെർഫോമൻസ് ഇട്ട വ്യക്തികൾക്ക് ഒരു കൂടുതൽ നൽകി. അപ്പൊ എന്ത് പറ്റുന്നു, അപ്പൊ കുറച്ചുകൂടി സീനിയർ പ്ലേയേഴ്സിന്, അതുപോലെ സീനിയർ പ്ലേയേഴ്സ് ഫോമിലാണ്. ഇപ്പൊ അവര് ഫോമിലല്ലെങ്കിൽ നമുക്ക് യങ്സ്റ്റേഴ്സിന് നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയില്ല, എല്ലാ സീനിയർ പ്ലേയേഴ്സും നല്ല ഫോമിലാണ്. അപ്പൊ ആ പ്ലേയേഴ്സിന് എടുക്കുന്നതുകൊണ്ട് ആ ട്വീറ്റിന് അത്രയും വലിയ പ്രാധാന്യം കൊടുക്കണോ എന്നെനിക്ക് സംശയമുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്, വ്യക്തവുമാണ്. ഞാൻ ഇനി വീണ്ടും സഞ്ജുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പറയും. ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ ഒരു കപിൽ ദേവ് സെക്കൻഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഒരു റിയൽ ഫൈറ്ററാണ് അദ്ദേഹം. ഇനിയിപ്പോൾ IPL ഈ സമീപകാല പ്രകടനം നമുക്ക് മാറ്റി നിർത്തുകയും ചെയ്യാം. ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകുമ്പോൾ ഹാർദിക്കിൽ കാണുന്ന ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അത് ഡിഫറൻ്റ് ആണ്. ഞാൻ സഞ്ജുവിലേക്ക് വരാൻ കാരണം, സഞ്ജു 25 2020 മത്സരങ്ങളാണ് കളിച്ചത്. ആവറേജ് സംവാട്ട് 18 അതാണ് സഞ്ജുവിൻ്റെ ഒരു ആവറേജ്. സഞ്ജു IPL ഒരു കാണിക്കുന്ന ഫൈറ്റിംഗ് സ്പിരിറ്റ്, ആ കോൺഫിഡൻസ്, ആ അഗ്രസീവ്നെസ്, അതൊക്കെ ഈ ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും പ്രകടമാക്കാറില്ല. ഏറ്റവും ഒടുവിലത്തെ സെഞ്ചുറി, ഏകദിനത്തിലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറിയെ മറക്കുന്നില്ല. അപ്പോൾ പോലും സഞ്ജുവിന് പലപ്പോഴും എന്ത് ചെയ്യണമെന്നുള്ളൊരു ആശങ്ക ക്രീസിലേക്ക് എത്തിയാൽ ഇന്ത്യൻ ജേഴ്സിയിൽ, അത് മാത്രമാണ് കേട്ടോ, ഇന്ത്യൻ ജേഴ്സിയിൽ എന്ന് തോന്നാറുണ്ട് പലപ്പോഴും ക്രിക്കറ്റ് ഫാൻ എന്ന നിലയിൽ. ഈ തവണ അതിലൊരു മാറ്റം പ്രതീക്ഷിക്കാമോ ഡോക്ടർ അജിത് കുമാർ? ഇത്തവണ സഞ്ജു ടീമിലേക്ക് വന്നിരിക്കുന്നത് ശരിക്കും കളിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, റെപ്യൂട്ടേഷന് ഇന്ത്യൻ ടീമിലെ യാതൊരു വിലയില്ല. ഞാൻ വളരെ റെപ്യൂട്ടഡ് ആണ്, ഞാൻ പണ്ട് കുറെ സ്കോർ ചെയ്തു എന്നുള്ള ഒരു കാര്യത്തിന് ഓരോ വിലയും ഇത്തവണ നമ്മുടെ സെലക്ടേഴ്സ് നൽകിയിട്ടില്ല. റെപ്യൂട്ടേഷൻ നമ്മൾ പറയാം ഇറ്റ്സ് ലൈക്ക് എ ബബിൾ വിച്ച് ക്യാൻ ബേസ്റ്റ് അറ്റ് എനി ടൈം. അതുപോലെയായിരുന്നു. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നു നമ്മുടെ സെലക്ടേഴ്സ്. അത് കൃത്യമായിട്ട് ഈ പ്ലേയേഴ്സിന് അതൊരു മെസ്സേജും കൂടിയാണ്. നിങ്ങൾ എല്ലാവരും കളിച്ച് കയറിയിരിക്കുകയാണ്, യു ബെറ്റർ പെർഫോം വെൽ. അതിന്റെ ഒരു മെസ്സേജ് ആ ടീമിലുണ്ട്. നിങ്ങളിപ്പം T20 വേൾഡ് കപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ യുവർ പ്ലേസ് വിൽ ബി അറ്റ് സ്റ്റേക്ക്. യാതൊരു സംശയം വേണ്ട. ക്യാപ്റ്റന് പോലും ആ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വളരെ ക്ലിയർ ആണ്. അവരെല്ലാരെയും പെർഫോമൻസ് ആണ് ഇപ്പൊ ഇന്ത്യൻ ടീം. കാരണം ഇത്ര ഒരു സ്ട്രോങ് ബെഞ്ച് സ്ട്രെങ്ത് ഇന്ത്യയെ പോലെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ?
നമുക്കൊരു വേറൊരു ടീമിനെ ഇറക്കാം. അതേ സ്ട്രെങ്ത് ഉള്ള നമുക്ക് വേറൊരു ടീമിനെ ഇറക്കാനുള്ള കപ്പാസിറ്റി ഇപ്പൊ ഇന്ത്യൻ ടീമിനുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചത് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ പോയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്. ഗൈക്വാഡിന്റെ ലീഡർഷിപ്പിൽ നമ്മൾ പോയി അന്ന് ഗോൾഡ് അടിച്ചത്. എന്തൊരു ടീമായിരുന്നു. എവിടെ വേണമെങ്കിലും ആ ടീമിന് ഇപ്പൊ തിലക് വർമ്മ എന്തൊരു പെർഫോമൻസ് ആണ് അവിടെ ഇട്ടത് എല്ലാവരും. അപ്പൊ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് ലെവലിന് പോലും വേൾഡ് കപ്പ് കളിപ്പിക്കാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു ബെഞ്ച് സ്ട്രെങ്ത് ഇന്ത്യക്കുണ്ട്. അപ്പൊ അത് ഈ പ്ലേയേഴ്സ് ഒക്കെ നല്ല അവെയറാണ്. അപ്പൊ അവിടെ ഇത്തവണ സഞ്ജു വളരെ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്തവണ ടീമിലേക്ക് കയറിയിരുന്നത്. അല്ലാണ്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലെ ഒരു വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. പെർഫോമൻസ് എന്ന ഒറ്റ ക്രൈറ്റീരിയയിൽ കയറിയതാണ്. അപ്പോൾ അതിന്റെ ഒരു വാല്യൂ ഇപ്പൊ ഈ പ്ലേയേഴ്സിന് എനിക്ക് മനസ്സിലാവും. അപ്പൊ അത് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതെന്ന് എന്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം എല്ലാവർക്കും അറിയാം നല്ല ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. അവരെ റീപ്ലേസ് ചെയ്യാൻ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇത്തവണ സഞ്ജുവിന് കൂടുതൽ പ്രഷർ ആയിരിക്കും നന്നായിട്ട് കളിക്കാനായിട്ട്. ഒരു കാഷ്വൽ മാത്രമല്ല സെഞ്ചുറിന്റെ മെച്യൂരിറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത്തവണത്തെ IPL സഞ്ജുവിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്കോറിംഗ് മാത്രമല്ല ഹൗ ഹി ഈസ് സ്കോറിംഗ്. കഴിഞ്ഞ IPL അദ്ദേഹം സ്കോർ ചെയ്തു. പക്ഷെ ഒരു 50-55 റൺസ് എടുക്കുമ്പോൾ ഒരു കാഷ്വൽ സ്ട്രോക്ക് എടുത്തിട്ട് ഔട്ടായി പോകണമെന്ന് നമുക്ക് പലപ്പോഴും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഈ IPL സഞ്ജു ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ആ മെച്യൂരിറ്റി അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ആ പിച്ചിന്റെ കണ്ടീഷനൊക്കെ നോക്കി. പിന്നെ ആദ്യത്തെ ബോൾ തന്നെ 6 അടിക്കാനൊന്നും ഇപ്പൊ പോണില്ല. കൃത്യമായിട്ട് 2-3 ബോളൊക്കെ കളിച്ച് കൃത്യമായിട്ട് ഒന്ന് അസസ് ചെയ്തിട്ട് പിന്നെയാണ് സ്ട്രോക്കിലേക്ക് പോണത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മെച്യൂരിറ്റിയെ കാണിക്കണം. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന് വളരെയധികം ഗുണപ്രദമായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും വളരെ സഞ്ജു പ്രത്യേകിച്ച് എന്റെ സർട്ടൻ വെസ്റ്റ് ഇൻഡീസിൽ നന്നായിട്ട് തിളങ്ങും തന്നെയാണ് എന്റെ വിശ്വാസം. യെസ്, എക്സാക്ട്ലി. എന്നാലും ഇപ്പോൾ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച പോലെ ഈ സഞ്ജു അത്യധ്വാനം നടത്തി തന്നെയാണ്. അത് തന്നെയാണ് സഞ്ജുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നായിരുന്നു സഞ്ജു ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറിച്ചത്. ഡോക്ടർ അജിത് കുമാർ, ഞാൻ ടീമിൻ്റെ ആ ലൈനപ്പിലേക്ക് ഒന്നുകൂടി വരികയാണ്. ഈ സഞ്ജുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണത്, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. ഇന്നലെ ടീം സെലക്ഷൻ വന്ന ശേഷം സഞ്ജു ഇൻസ്റ്റയിലിട്ട, അതായത് ഒരു മലയാള റീസെൻ്റായിട്ട് ഇറങ്ങിയ മലയാള ചിത്രത്തിലെ പാട്ടും ചേർന്നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. രാജസ്ഥാൻ റോയൽസും മനോഹരമായ സഞ്ജുവിനെ പിക്ചറൈസ് ചെയ്തു. ഇത് സഞ്ജു ഇന്ത്യൻ ജേഴ്സിയിൽ അത് വിമാനത്തിലേക്ക് 2020 വേൾഡ് കപ്പിലേക്ക് കയറുന്ന തരത്തിൽ രാജസ്ഥാൻ റോയൽസ് ടീം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റാണ്. അവരുടെ 4 പ്ലേയേഴ്സ് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ്. ഡോക്ടർ അജിത് കുമാർ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം തന്നെയാണ്. ഇനി അതിനൊപ്പം തന്നെ ഞാൻ ഈ ഇന്ത്യൻ ടീമിൻ്റെ മറ്റ് ലൈനപ്പിലേക്ക് വരുമ്പോൾ ഒരു കാര്യം, ഈ പേസ് ബോളർമാരുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടോ? ജസ്പ്രീത് ബുംറ പെർഫെക്റ്റ്ലി ഫൈനാണ്, ഒരു പ്രശ്നമില്ല, ഓക്കെയാണ്. പക്ഷേ നമുക്ക് 2 ഓപ്ഷൻ കൂടി ഉള്ളൂ. ഈ പ്രത്യേകിച്ചും വെസ്റ്റ് ഇൻഡീസ്, അമേരിക്കയിലെ സാഹചര്യം എനിക്ക് അറിയില്ല, ഞാൻ ഒരു തരത്തിൽ എനിക്ക് പറഞ്ഞറിയാൻ അറിയില്ല. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഈ വെസ്റ്റ് ഇൻഡീസ് അമേരിക്കൻ പിച്ചുകളിൽ 3 പേസ് ബോളർമാർ എന്നുള്ള കൺസെപ്റ്റ്? നമുക്ക് 3 അല്ല, ശരിക്കും 4 പേസ് ബോളർമാരുണ്ട്. ഹാർദിക് പാണ്ഡ്യ ഒരു 4th പേസ് ബോളറാണ്. പക്ഷെ ഹാർദിക് പാണ്ഡ്യ നിലവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സമയങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ സ്പെല്ലിൽ തീരെ അറിയാറില്ലല്ലോ. അദ്ദേഹം പൂർണ്ണമായും ഒരു ബാറ്റർ എന്ന മട്ടിൽ മാത്രം ഇറങ്ങുന്ന തരത്തിലേക്ക് മാറിയില്ലേ? അല്ല, പക്ഷെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ കാര്യം മാറും. കാര്യം അവിടെ രോഹിത്താണ് ക്യാപ്റ്റൻ. ഇപ്പൊ ക്യാപ്റ്റൻ എന്ന നിലയിൽ പുള്ളിക്ക് ബോൾ ചെയ്യാൻ ഒരു പേടി ഇതാവുന്നു. പക്ഷേ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആകുമ്പോൾ ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും. മാത്രമല്ല ഇപ്പം ഈ രാജസ്ഥാൻ റോയൽസിന്റെ നമ്മള് സാധാരണ ഈ IPL ഒരു സ്റ്റൈൽ ആയിരിക്കില്ല ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ്. IPL ഇപ്പൊ തന്നെ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു ഈ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ പ്രശ്നം. അത് കാരണം ഈ ശിവം ദുബെക്ക് ബോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ശിവം ദുബെ ഒരു അസൽ ബോളറാണ്, നൈസ്, വെരി ഗുഡ് ബോളർ, വെൽ ഡയറക്ഷൻ, നന്നായിട്ട് ബോൾ ചെയ്യുന്ന നല്ലൊരു ബോളർ കൂടിയാണ്. അദ്ദേഹത്തിന് ബോൾ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. എന്നും അദ്ദേഹമാണ് സബ്സ്റ്റിറ്റ്യൂട്ട്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയി, പിന്നെ ബോളിംഗ് ഇല്ല. അതിനെക്കുറിച്ച് ഗവസ്കറും കൂടി ഒരു ദിവസം കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ശിവം ദുബെ ഇപ്പോൾ ഒരു പ്ലെയർ നാഷണൽ ലെവലിൽ റെക്കറിംഗിലാണ്, ഇന്ത്യൻ ടീമിന് കളിക്കാൻ ഏറ്റവും സൂട്ടബിൾ ആണ്, നന്നായിട്ട് ബോൾ ചെയ്യുന്ന ഒരു പ്ലെയറും കൂടിയാണ്. എനിക്ക് ഇപ്പോഴും പറയുന്നത് കഴിഞ്ഞ ലോകകപ്പിന് അദ്ദേഹം ക്രൂഷ്യൽ മൊമെന്റ്സ് ഒരു വിക്കറ്റൊക്കെ എടുത്തിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്ലെയറിന് അവിടെ ഒരാളുണ്ട്, അങ്ങനെ ഒരാളും കൂടി നന്നായിട്ട് നമുക്ക് ഫാസ്റ്റ് ബോളിംഗ് ഉണ്ട്. മാത്രമല്ല വെസ്റ്റ് ഇന്ത്യൻ വിക്കറ്റ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞു അവരെ ഗ്രൗണ്ട് എവിടെയാണ് അവർ കളിക്കുന്നതിനെ കുറിച്ച് ഒരു ഫൈനലൈസ് അറിയുമെങ്കിൽ ഞാൻ ശരിക്കും കൃത്യമായിട്ട് അതിന്റെ ഒരു അനാലിസിസ് കൂടി നൽകുമായിരുന്നു. അതിപ്പോ ലോകകപ്പിന്റെ സമയത്തായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അത്രയും സീരിയസ്ലി എടുത്തില്ല.
അപ്പൊ അവരുടെ വെന്യൂസ് വൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇൻ ജനറൽ വെസ്റ്റ് ഇന്ത്യൻ വിക്കറ്റ്സ് പേസ് ബോളേഴ്സിനാണ്. മാത്രമല്ല ഈ 3 ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടല്ലോ, 20 ഓവർ ബാറ്റ്സ് ആണ്, 50 ഓവേഴ്സ് അല്ലല്ലോ. അപ്പൊ 3 പേര് എന്തായാലും ടീമിലുണ്ടാവും. ഒന്നെങ്കിൽ ബുംറയും സിറാജും തീർച്ചയായിട്ടും അത് നമ്മുടെ ബെസ്റ്റ് ബോളേഴ്സ് ആണ്. ഹർഷദീപിന് ചിലപ്പോൾ എടുക്കാൻ സാധ്യത. ഇപ്പൊ 3 ഫാസ്റ്റ് ബോളേഴ്സ് ആയി. പിന്നെ ഹർദിക്കുണ്ട് നമുക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് 2 സ്പിന്നേഴ്സും. അപ്പൊ 5+1 6 ബോളേഴ്സ് ഉണ്ട്. ഇപ്പൊ ശിവൻ ദുബെ എങ്ങാനും ടീമിലുണ്ടായാൽ നമുക്ക് 1 മോർ അഡീഷൻ ആയി 7 ബോളേഴ്സ്. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ടീം കോമ്പസിഷൻ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻമാർ 5 പേരേ ഉള്ളൂ. 5 ബാറ്റ്സ്മാൻമാര്. പിന്നെ ജഡേജ നല്ലൊരു നമുക്ക് 3 ഓൾറൗണ്ടേഴ്സിനെ വെച്ചത്. ഹാർദിക് പാണ്ഡ്യ, ജഡേജ, അക്ഷർ പട്ടേൽ 3 നല്ല ഓൾറൗണ്ടേഴ്സ്. പിന്നെ ചാഹലും കുൽദീപും സ്പിന്നേഴ്സ് ആയിട്ട് ഇവര് 3 പേര് പേസ് ബോളേഴ്സ്. നല്ല കോമ്പസിഷൻ ആണ് ടീമിന്റെ. പിന്നെ കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സിന് എടുത്താലും അവർക്ക് കളിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. വെസ്റ്റ് ഇൻഡീസ് വിക്കറ്റ്സ് വിചാരിക്കുന്ന അത്രയും ഫാസ്റ്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയായിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാവില്ല. പേസ് ബോളേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഒന്നുമില്ലെങ്കിൽ ശിവം ദുബെ ടീമിൽ എടുക്കാൻ പറ്റും. അപ്പൊ ഒരു പേസ് ബോളർ ഓൾട്ടർനേറ്റീവ് അദ്ദേഹം ഉള്ളതുകൊണ്ട്. അപ്പൊ എവറിവേ ശരിക്കും ആലോചിച്ചിട്ടാണ് സെലക്ടേഴ്സ് നടത്തിയിരിക്കുന്നത്. നമ്മൾ പേസ് ബോളേഴ്സ് ഇവര് 3 പ്ലസ് ഹാർദിക് പ്ലസ് ശിവം, ഇവര് 5 പേരുണ്ടല്ലോ. അവർ 5 പേരും ഒരു നല്ല മാത്രം വിക്കറ്റ്സ് എടുത്തിരിക്കുന്ന ആൾക്കാരെ. നമ്മൾ അധികം കൂടുതൽ അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനാണ് അഡ്മയർ ചെയ്യാറ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ആ സ്ട്രോക്ക് പ്ലേയും അദ്ദേഹത്തിന്റെ ആ സ്കോറിങ്ങും ലാസ്റ്റ് ഓവറിൽ അദ്ദേഹം സിക്സറും ഒക്കെ റിയൽ ട്രീറ്റ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം ഒരു ബോളർ എന്ന നിലയിലും അദ്ദേഹം നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്. കഷ്ടകാലത്തിന് ഈ ചെന്നൈ സൂപ്പർ കിങ്സ് വളരെയും ബോളിംഗ് സ്വത്തുള്ളതുകൊണ്ട് അവര് കൂടുതൽ ശിവം ദുബെ യൂസ് ചെയ്തില്ല. അദ്ദേഹത്തെ സ്ഥിരമായിട്ട് ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രശ്നം മാറ്റി നിർത്തിയാണ്. പക്ഷെ ഇന്ത്യൻ ടീം വരുമ്പോൾ കാര്യം മാറി. ഇവിടെ അത് റോഹിത്തിന്റെ കൺട്രോളിലാണ്. റോഹിത് നമുക്കറിയാലോ എങ്ങനെയാണ് ഓരോ പ്ലെയറിനെയും ബെസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹം ആ ലെവലിലേക്ക് മാറും. അദ്ദേഹം ബോളിംഗ് എന്തെങ്കിലും ഒരു ഷോർട്ട് ഫോൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മേക്കപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ റോഹിത്തിനുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ T20 ലോകകപ്പിൽ കാണുകയും ചെയ്യും. ഞാൻ ഡോക്ടർ അജിത് കുമാർ, ഞാൻ താങ്കളിലേക്ക് എത്താം. ഇന്നലെ നമ്മൾ ഈ ടീം പ്രഖ്യാപനം എത്തിയതിന് പിന്നാലെ സഞ്ജുവിൻ്റെ മാതാപിതാക്കളെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടിരുന്നു. അവർ ആ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് തന്നെ സഞ്ജുവിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വാക്കുകളൊന്ന് കേട്ട ശേഷം താങ്കളിലേക്ക് മടങ്ങിയെത്താം. തീർച്ചയായിട്ടും നമുക്കും സന്തോഷമാണ്. ഓരോ വ്യക്തികളും സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആഗ്രഹം പോലെ തന്നെ സഞ്ജുവും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ സഞ്ജു ഒരുപാട് അതിന്റെ പേരിൽ പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് അവൻ ആഗ്രഹിച്ചതുപോലെ വേൾഡ് കപ്പിൽ അവനൊരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റിയതിൽ നമ്മളെല്ലാവരും, നിങ്ങളോടൊപ്പം ഞാനും അതിൽ സന്തോഷിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ സന്തോഷത്തിൽ ഒന്നുചേരാം. ലിജി സാംസൺ, സഞ്ജുവിൻ്റെ അമ്മയാണ് പ്രതികരിച്ചത്. വലിയ സന്തോഷം പ്രകടമാക്കുകയായിരുന്നു ലിജി. സഞ്ജുവിൻ്റെ അമ്മ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു ബാറ്റർ ഇന്ത്യൻ ടീമിലേക്ക് ഒരു മലയാളിയായിട്ടുള്ള ബാറ്റർ എത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഏറെക്കുറെ അവിശ്വസനീയമായിരുന്നു. ഡോക്ടർ അജിത് കുമാർ, അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഈ നമുക്ക് ടിനു യോഹന്നാനും എസ് ശ്രീശാന്തും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഒരു ക്രിക്കറ്റ് ബാറ്റർ അത് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാകുക എന്നുള്ളത്, സഞ്ജുവിൻ്റെ ആ ഒരു കോൾ വന്ന ദിവസമൊക്കെ നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് സഞ്ജു ഇങ്ങനെ ഓരോ പടികൾ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സന്തോഷം, അതൊരു വല്ലാത്ത അനുഭവം തന്നെ. ഈ കേരളത്തിൽ നിന്ന് ഇനിയും ബാറ്റർ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വീണ്ടും ഇന്ത്യൻ ടീമിലേക്കൊക്കെ വരുമോ? ഈ ഭാവി തലമുറയ്ക്ക് ഒരു പ്രചോദനം എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴും ആ ഒരു ക്വാളിറ്റി ലെവലിലേക്ക് ടീം അംഗങ്ങൾ ഇപ്പോൾ കേരള ടീമിൻ്റെ ഭാഗമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം അല്ല, എന്നെ സംബന്ധിച്ചോളം നമുക്ക് ബാറ്റ്സ്മാരുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഈയിടെയായിട്ട് മരിച്ചുപോയ K. ജയറാം, അദ്ദേഹം ഇക്കാലത്ത് ജയിച്ചുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിൽ കയറുമായിരുന്നു. അത്രയും ഔട്ട്സ്റ്റാൻഡിങ് ക്രിക്കറ്ററായിരുന്നു, യാതൊരു സംശയമില്ല. ഞങ്ങൾ പറയും ഇപ്പൊ ഇന്ത്യൻ ടീമിൽ കയറാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ജയറാമായിരുന്നു. കാരണം ഒരു സീസണിൽ 4 സെഞ്ചുറി അടിച്ച് അദ്ദേഹം ശരിക്ക് ഇന്നത്തെ സാഹചര്യമാണെങ്കിൽ അന്ന് അദ്ദേഹം ഇന്ത്യൻ ടീമിലാണ്. ജയറാമിന് ശേഷം നമുക്ക് അത്രയും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരു ബാറ്റ്സ്മാൻ കിട്ടിയിട്ടില്ല ഒരു ഇന്ത്യൻ ടീമിൽ ഇറക്കണമെങ്കിൽ. അത് കഴിഞ്ഞപ്പോ സഞ്ജു തന്നെയാണ്. അതിന് മുമ്പ് ബാലൻ പണ്ഡിറ്റൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊക്കെ പിന്നെ
അദ്ദേഹത്തിന് പല സാഹചര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ജയറാം എന്നൊരു ക്രിക്കറ്ററിന് ഒരിക്കലും ഇന്ത്യൻ ടീമിൽ കയറാൻ പറ്റാത്തത് കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു നഷ്ടമായിരുന്നു. മാത്രം എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയാൽ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷെ അന്ന് കേരള പ്ലേയേഴ്സിനെ ഇവര് നോക്കാറില്ല, കാരണം കേരളത്തിന്റെ പെർഫോമൻസ് അത്രയും മോശമായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയില്ല. ഇപ്പൊ കേരള ടീം തന്നെ രഞ്ജി ട്രോഫി ലെവലിലും മറ്റു ലെവലിലും ഒരിക്കലും നമ്മൾ വളരെ മോശം എന്ന് പറയാൻ പറ്റില്ല, നല്ല പെർഫോമൻസ് ഉണ്ട്. അപ്പൊ അപ്പോഴാണ് നമ്മൾ ഇവരൊക്കെ നോക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ സെലക്ഷൻ പ്രോസസ് ഒക്കെ നല്ല വെൽ സ്ട്രക്ചേർഡ് ആണ്. സെലക്ടേഴ്സ് എല്ലായിടത്തും പോയി കളി കാണുക. മറ്റേതങ്ങനെയില്ല, അവരാകെ കുറച്ച് മെയിൻ മാച്ചസ് മാത്രം കാണും. അതിന്റെ ആ മെയിൻ മാച്ചസ് ഇവരാരും ഉണ്ടാവില്ല, കേരള പ്ലേയേഴ്സ് ആരും ഉണ്ടാവില്ല. കാരണം ദിലീപ് ട്രോഫി മാച്ചസ് ആണ് ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. സൗത്ത് സോൺ ടീമിൽ ചിലപ്പോൾ ഒരു കേരള പ്ലെയർ ഉണ്ടാവും, അദ്ദേഹം ഒരിക്കലും ടീമിലുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ കേരള പ്ലേയേഴ്സിന് ശരിക്ക് മുൻപന്തിയിൽ വരാൻ ബുദ്ധിമുട്ടായി. ആ കാര്യത്തിലാണ് ടിനു യോഹനൻ വന്നതിന് ആ ഒരു മാറ്റം വന്നത്. ടിനുവിന് മാത്രം ടിനുവിന് നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. നല്ലൊരു ബോളറായിരുന്നു, യാതൊരു സംശയമില്ല. നാഷണൽ ലെവൽ റെക്കറിംഗിൽ ഏറ്റവും സാധ്യതയായിരുന്നു. അത് മാത്രം അപ്പോഴേക്കും കേരളത്തിലുള്ള ഒഫീഷ്യൽസ് നാഷണൽ ലെവൽ വന്നു തുടങ്ങി. ആ കാര്യത്തിന് എനിക്ക് 100% ക്രെഡിറ്റ് കൊടുക്കുന്നത് ശ്രീ എസ് കെ നായർക്കാണ്. എസ് കെ നായർ ഒരു നാഷണൽ ലെവലിൽ വന്നതോടെ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമായിരുന്നു നമ്മുടെ കേരള പ്ലേയേഴ്സ് പെർഫോം ചെയ്താൽ അവരെടുക്കണം. അപ്പൊ അങ്ങനെ ഇവർ രണ്ടുപേരും, ടിനു യോഹനും ശ്രീശാന്തിനും ഒരു ചെറിയൊരു പുഷ് അദ്ദേഹത്തിന് ഭാഗത്ത് കിട്ടിയില്ല, യാതൊരു സംശയമില്ല. പക്ഷെ ആ പുഷ് ഇപ്പൊ ഇല്ല. ഇപ്പൊ അതാണ് കാര്യം. ഇപ്പൊ നാഷണൽ ലെവലിൽ ഇപ്പൊ ആരും അത്ര ഇവിടുന്ന് ഇപ്പൊ പോകുന്ന ആൾക്കാർക്ക് വലിയ ആ ലൈനിൽ താല്പര്യം ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ പെർഫോം ചെയ്യണം. പക്ഷെ ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടി. ഇപ്പൊ സഞ്ജുവിന്റെ കാര്യത്തിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സഞ്ജു ആദ്യം താങ്ക് ചെയ്യേണ്ടത് ശ്രീശാന്തിനെയാണ്. കാരണം രാഹുൽ ദ്രാവിഡിന് ഒരു നല്ലൊരു കീപ്പർ വേണമല്ലോ രാജസ്ഥാൻ റോയൽസ് എന്ന് പറഞ്ഞപ്പം ശ്രീശാന്താണ് സഞ്ജു സാംസന്റെ കാര്യം രാഹുൽ ദ്രാവിഡിനോട് പറഞ്ഞത്. അന്ന് രാഹുൽ ദ്രാവിഡിനായിരുന്നു റോയൽസിന്റെ. അപ്പൊ ശ്രീശാന്തിന്റെ വാക്കിട്ടാണ് സഞ്ജു സാംസൺ ആദ്യം ടീമിൽ കയറിയ ഉടനെ ബെസ്റ്റ് പെർഫോമറായി. ആ വർഷം തന്നെ ബെസ്റ്റ് യങ്സ്റ്റർ എന്ന പേര് കിട്ടി. അതോടെ അദ്ദേഹത്തിന് പേര് വന്നു. അപ്പൊ ഈ ഒരു പുഷ് എന്നൊരു കാര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്നുള്ള ഒരു നല്ല തെളിവാണ് പഴയ ജയറാമിന്റെ കേസൊക്കെ നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ ബാറ്റ്സ്മാൻമാര് കയറാണ്ടിരുന്നത്. ആ ഒരു കാരണം ഒരു ഒഫീഷ്യൽ നില എനിക്ക് നന്നായിട്ട് നമുക്ക് ഒഫീഷ്യൽസ് നന്നായിട്ട് പുഷ് ചെയ്യാൻ പറ്റും. സൗത്ത് സോൺ ലെവലിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ പ്ലേയേഴ്സിനെ പുഷ് ചെയ്തിട്ടുണ്ട് ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ. അപ്പൊ അതൊക്കെ ആ ഒരു കാര്യം വ്യക്തമാണ്. അപ്പൊ ആ വ്യക്തത, ആ ഒരു ഗുണം, ആ ഒരു ഉപയോഗം പണ്ട് നമ്മുടെ പ്ലേയേഴ്സിന് കിട്ടിയില്ല. അതുകൊണ്ടാണ് ജയറാമിനെ പോലെ പ്ലേയേഴ്സിന് ഇന്ത്യൻ ടീമിൽ കയറാൻ പറ്റാതെ. വളരെ കൃത്യമാണ്, താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ച് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ ടീം സെലക്ഷനിൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ക്ഷമിക്കണം, റിങ്കു സിംഗ് ഈ 2020 ഇന്ത്യൻ ടീമിൻ്റെ ഒരു വല്ലാത്ത ഫിനിഷർ എന്നുള്ള റോളിലേക്ക് വളരെ പെട്ടെന്ന് കയറി വന്ന ഒരു പ്ലെയറാണ് റിങ്കു സിംഗ്. പക്ഷെ റിങ്കു സിംഗ് റിസർവ് ലൈനിലാണ് ഉള്ളത്. റിങ്കു സിംഗിന്റെ ആ എക്സ്ക്ലൂഷൻ അത് അത്ഭുതപ്പെടുത്തിയോ? ഈ IPL റിങ്കു സിംഗ് പറയത്തക്ക ലെവലിലേക്ക് ഉയർന്നിട്ടില്ല, അത് പറയാതെ വരില്ല. പിന്നെ റിങ്കു സിംഗ് ആരുടെ പ്ലേസ് എടുക്കും എന്നൊരു പ്രശ്നം പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഋതുരാജ് ഗെയ്ക്വാഡിനെ പറ്റി നമ്മൾ എന്താ സംസാരിക്കാത്തത്? ഞാൻ എപ്പോഴും അതാണ് വിചാരിക്കുന്നത്, ഗെയ്ക്വാഡിന്റെ ഇത്തവണ ലോക ഈ IPL നല്ല പെർഫോമൻസ് ഇട്ടിരിക്കുന്ന പ്ലെയറാണ്. നമ്മൾ ഗെയ്ക്വാഡിനെ പറ്റി നമ്മൾ 4 പ്ലേയേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ 15 ഡിസേർവിംഗ് ആണ്. ഋതുരാജ് ഗെയ്ക്വാഡ്, ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, റിങ്കു സിംഗ്, ആവേശ് ഖാൻ ഉണ്ട്. ആവേശ് ഖാൻ നന്നായിട്ടാ ബോൾ ചെയ്തത്. അപ്പൊ ഇവര് 5 പേര് നമുക്ക് ഇപ്പൊ ഈ 15 അവർ കയറിയിരുന്നെങ്കിൽ ആരും ഒരു പരാതി പറയില്ല. പക്ഷെ കറന്റ് ഫോം എന്നൊരു ക്രൈറ്റീരിയ, കാരണം IPL കഴിഞ്ഞ ഉടനെ നമ്മൾ ലോകകപ്പിലേക്ക് പോവാണ്. അപ്പൊ IPL ഫോം ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം തന്നെയാണ്. അപ്പൊ IPL വിചാരിച്ച ലെവലിലേക്ക് ഇത്തവണ റിങ്കു സിംഗ് ഉയർന്നിട്ടില്ല, അത് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം 2-3 നല്ല ഇന്നിങ്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഒരു KKRന് വേണ്ടിയിട്ട് പഴയ പോലെ ആ ലാസ്റ്റ് ഓവർ 36 റൺ എടുത്തിട്ട് ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം ഇത്തവണ ഉയർന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പക്ഷെ അവർ നല്ലൊരു ഫിനിഷറാണ്. പക്ഷെ ഇപ്പൊ ഫിനിഷേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. ജഡേജ നല്ല ഫിനിഷർ അല്ലേ, അക്ഷർ പട്ടേൽ ഇസ് എ ഗുഡ് ഫിനിഷർ, സൂര്യകുമാർ ഫിനിഷർ തന്നെ. അദ്ദേഹം ഇപ്പം T20 ലെവലിൽ ഇപ്പം ധോനി കഴിഞ്ഞാൽ എനിക്കവിടെ ഇന്ത്യയിലെ ബെസ്റ്റ് ഫിനിഷർ സൂര്യകുമാറാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ ഉണ്ട് നമുക്ക്. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും
റിങ്കുവിന് ഇത്തവണ സാധ്യതകൾ കുറവാണ്. ഇവരാരെങ്കിലും ഫെയിൽ ചെയ്താൽ അടുത്ത നെക്സ്റ്റ് ലെവലില് അദ്ദേഹം എന്തായാലും ടീമിലുണ്ടാവുന്നതാണ് എൻ്റെ ഒരു അനുമാനം. ശരി, വളരെ നന്ദി ഡോക്ടർ എൻ അജിത് കുമാർ, ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവിട്ടതിന്. എന്നാലും ഇന്ത്യൻ ടീമിൻ്റെ ലോകകപ്പ് സംഘത്തിൽ സഞ്ജു ഇടം പിടിച്ചു. നമ്മൾ ഇനിയുള്ള ആഗ്രഹം എല്ലാ ദിവസവും സഞ്ജു ഉള്ള ടീം ആയിരിക്കണം. അതിൽ ഇങ്ങനെ ആശങ്കയൊന്നുമില്ലാത്ത തരത്തിൽ സഞ്ജു ടീമിൻ്റെ ഭാഗമാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ലോകകപ്പ് മാറ്റാൻ സഞ്ജുവിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മോർണിംഗ് വൈബ്സ്. താങ്ക് യു. ഇനി മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ, ഈരാറ്റുപേട്ടയിലെ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് നിക്ഷേപകർ അനുഭവിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും തട്ടിപ്പിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പോലീസിന് നൽകിയ പരാതിയിലും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആകെ സമ്പാദ്യമായിട്ടുണ്ടായിരുന്ന 37 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതോടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിക്ഷേപകരിൽ ഒരാളായിട്ടുള്ള ലോസോണിൻ്റേത്. ഈരാറ്റുപേട്ട സഹകരണ ബാങ്കിൽ വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാക്കുകയാണ് ഈ അവിടുത്തെ നിക്ഷേപകരുടെ പരാതി. ലോസൺ എന്നയാൾ ഏതാണ്ട് 37 ലക്ഷത്തോളം രൂപയാണ് അവിടെ നിക്ഷേപിച്ചിരുന്നത്. ഈ നിക്ഷേപ തുക ഏതാണ്ട് 2018 ശേഷം 2012 മുതൽ നിക്ഷേപിക്കുന്നുണ്ട്. 18-ലും നിക്ഷേപിച്ചു. പിന്നീട് ഈ അടുത്ത സമയത്ത് ചോദിച്ചപ്പോഴാണ് അത് പണം നൽകാതെ കഴിയുന്ന സ്ഥിതി വന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം പരാതി കൊടുത്തു. പക്ഷേ സഹകരണ വകുപ്പ് യാതൊരു അന്വേഷണത്തിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതി നിക്ഷേപകർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ പരാതി ഉള്ളത്. ഒരു 10 കോടി രൂപ എങ്കിലും നമുക്കിപ്പോൾ മിസ്സിംഗ് ആണ്. ഇപ്പം നിലവിലുള്ള ഈ ഭരണസമിതിയുടെ കീഴിൽ ഇതിനു മുമ്പുള്ള ഒരു 10 കോടി രൂപ അവിടെ ലോസ് ഉണ്ടെന്ന് നേരത്തെ തന്നെ അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈയിടെ ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ 10 കോടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബോർഡ് മെമ്പേഴ്സ് 13 പേരുണ്ട്. ബോർഡ് മെമ്പേഴ്സ്, സെക്രട്ടറി, പ്രസിഡന്റ് ഇവരെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഇവരെല്ലാം പൈസ എടുത്തിട്ടുണ്ട്. ലോണ് അനധികൃതമായിട്ട് ഇവർ വാല്യുവേഷൻ കുറവുള്ള സ്ഥലത്തിന് കൂടുതൽ എമൗണ്ട് വെച്ച് ഇവർ ലോൺ എടുത്തിട്ടുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ കൊടുത്ത് നിക്ഷേപ തട്ടിപ്പെന്ന് പറഞ്ഞ് തന്നെ കൊടുത്തു. നിക്ഷേപ തട്ടിപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് സർക്കിൾ കഴിഞ്ഞ 18-ാം തീയതി, ഈ മാസമല്ല അതിന് മുമ്പത്തെ മാസം 18-ാം തീയതി കൊടുത്താണ്. ഇതുവരെ ഒരു നീക്കുവൊക്കെ ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ DYSP കണ്ടു, SP കണ്ടു. SP കണ്ടു കഴിഞ്ഞിട്ട് SP ഓഫീസിൽ നിന്ന് DYSP ഓഫീസിലേക്ക് വിട്ടു. DYSP ഓഫീസിൽ നിന്ന് സർക്കിളിന് വിട്ടു. ഇതെല്ലാം കറക്റ്റായിട്ട് പേപ്പറുകൾ നീങ്ങുന്നുണ്ട് എന്നല്ലാതെ ഒരു FIR ഇടാൻ ഇതുവരെ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. എന്തായാലും പോലീസിനടക്കം പരാതി നൽകി. പലതവണ പരാതി നൽകിയിട്ടും FIR ഇടാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും നിരവധി നിക്ഷേപകർ, ഏതാണ്ട് 200ഓളം നിക്ഷേപകർക്കാണ് പലതരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഈ ലോസൺ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മകന് ഓക്സ്ഫോർഡിൽ ഒരു കോഴ്സിന് ചേരാൻ വേണ്ടിയാണ് പണം ആവശ്യപ്പെട്ടത്. പക്ഷേ പണം കിട്ടാതെ വന്നതോടെ ആ സാഹചര്യം പ്രതിസന്ധിയിലാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഗുരുതരമായ ക്രമക്കേട്. ഫലത്തിൽ സഹകരണ വകുപ്പും അല്ലെങ്കിൽ പോലീസൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഗുരുതരമായ ഒരു അന്വേഷണത്തിനും ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ ഭരണാനുകൂല ഭരണസമിതിയാണ്, അതായത് ഇടതുപക്ഷ ഭരണസമിതിയാണ് ബാങ്ക് ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ് എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ തള്ളി സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA. പൂഞ്ഞാറിൽ മാത്രം പിന്നിലാകുമെന്ന ഐസക്കിന്റെ പ്രസ്താവന പ്രവർത്തകരെ വിഷമിപ്പിക്കുന്നതാണെന്ന് കുളത്തിങ്കൽ ന്യൂസ് 18നോട് പറഞ്ഞു. പൂഞ്ഞാറിൽ ലീഡുണ്ടാകും എന്ന് ഐസക്കിനെ ബോധ്യപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു കണക്ക് കിട്ടിയത് എങ്ങനെയെന്ന് അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ വാദങ്ങൾ തള്ളി ഇടതുപക്ഷ MLA കൂടിയായ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ച് പൂഞ്ഞാറിൽ മാത്രം പിന്നിൽ പോകും എന്നതായിരുന്നു ഈ തോമസ് ഐസക്ക് പറഞ്ഞത്. ഈ വാദത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളുകയാണ്. പൂഞ്ഞാറിൽ മുന്നോട്ട് പോകും. മാത്രമല്ല തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഐസക്കിനെ ഈ പൂഞ്ഞാറിലെ കണക്കുകൾ ബോധ്യപ്പെടുത്തിയതാണ്. പിന്നെ എവിടെ നിന്നാണ് പൂഞ്ഞാറിൽ പിന്നോട്ട് പോകുമെന്നൊരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിയതെന്ന് കുളത്തിങ്കൽ ചോദിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ അന്ന് പോളിംഗ് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഒരു 15 മിനിറ്റോളം സംസാരിക്കുകയും ഇവിടെ നമുക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷേ പിന്നീട് അതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അതിനുള്ള വിവരം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അത് സംബന്ധിച്ച് പിന്നീട് ഒരു ചർച്ചയൊന്നും നടന്നില്ല, സംസാരിച്ചില്ല. പ്രവർത്തകർക്കൊരു വിഷമം ഉണ്ടായി. കാരണം പിന്നെ അവർക്ക് വിഷമം ഉണ്ടായി, ഒരു ആശങ്കയും ഉണ്ടായി.
ആശങ്കയുമുണ്ട്. പക്ഷേ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ഞാൻ അവരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാപകലില്ലാതെ പണിയെടുത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൾസ് അടക്കം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും കുളത്തിങ്കൽ പറയുന്നു. എന്തായാലും ഐസക്കിൻ്റെ ഈ ഒരു പ്രസ്താവന കൊണ്ട് കുറേ ആളുകൾക്ക്, കുറേ പ്രവർത്തകർക്ക് വലിയ മാനസിക പ്രശ്നമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല അവർക്ക് വലിയ ആശങ്ക ഉണ്ടായി എന്നും ഒരുപാട് പേർ തന്നെ വിളിച്ചു എന്നും സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ തുറന്നു പറയുകയാണ്. എന്തായാലും ഐസക്ക് ഈ പൂഞ്ഞാറിനെ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ അതിൽ ഒരു കടുത്ത അതൃപ്തി കൂടിയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒരു വാദപ്രതിവാദത്തിനോ തർക്കത്തിനോ ഒന്നും ഇല്ല എന്ന് കുളത്തിങ്കൽ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെ ഒരു നിയോജക മണ്ഡലത്തെ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു വിലയിരുത്തൽ നടത്തുന്നതിലുള്ള ഒരു അതൃപ്തി കുളത്തിങ്കൽ പങ്കുവയ്ക്കുകയാണ്. പത്രിക സമർപ്പിക്കാൻ 2 നാൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയുമാണ് പരിഗണിക്കുന്നത്. അതേസമയം മത്സരിക്കാനില്ല എന്ന നിലപാടിൽ പ്രിയങ്ക ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ഷീല കൗളിൻ്റെ കൊച്ചുമകൻ ആശിഷ് കൗളിനെ അമേഠിയിൽ മത്സരിപ്പിച്ച് രാഹുൽ റായ്ബറേലിയിലേക്ക് മാറുമെന്ന് സൂചനയുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കുമെന്നാണ് സൂചന. മെയ് 20-ന് 5ാം ഘട്ടത്തിലാണ് 2 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. അപ്പോൾ മോർണിംഗ് വൈബ്സിൻ്റെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.